പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി, ആദ്യം മുതൽ ഇന്നും എന്നേക്കും തന്നെ ആമേൻ. ഇന്നത്തെ വീഡിയോ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ സാർവത്രിക കൗൺസിലായ നിഖ്യാ കൗൺസിൽ, അതിൻ്റെ 6ാമത്തെ ക്യാനോൻ സംബന്ധിച്ചുള്ള ചില പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. നിഖ്യാ കൗൺസിൽ അതിൻ്റെ 6ാമത്തെ ക്യാനോൻ സംബന്ധിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകൾ നമ്മുടെ ആളുകളുടെ ഇടയിലുണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. മാത്രമല്ല, ഒരുപാട് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു ക്യാനോൻ കൂടിയാണ് നിഖ്യാ കൗൺസിലെ അതിൻ്റെ 6ാമത്തെ ക്യാനോൻ. പ്രധാനമായിട്ടും ആളുകളുടെ ഇടയിലുള്ള ചില മിഥ്യാധാരണകൾ ഇവയാണ്. നിഖ്യാ കൗൺസിൽ വച്ച് തിരുസഭ 3ആയിട്ട് വിഭജിക്കപ്പെട്ടു. അതായത് 3 പാട്രിയാർക്കേറ്റുകളുടെ ജൂറിസ്ഡിക്ഷനിലേക്ക് സഭ വിഭജിക്കപ്പെട്ടു. അങ്ങനെ അന്ത്യോക്യയ്ക്കും ഒരു പോർഷൻ ലഭിച്ചു. ഒരു പാട്രിയാർക്കേറ്റ് എന്നുള്ള നിലയിൽ അന്ത്യോക്യയ്ക്കും ഒരു പോർഷൻ ലഭിച്ചു. അത് അന്ത്യോക്യയും കിഴക്കൊക്കെയുമാണ്. കിഴക്കൊക്കെയും, ഓൾ ഓഫ് ദി ഈസ്റ്റ്. അന്ത്യോക്യൻ ഓൾ ഓഫ് ദീസ് എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ അന്ത്യോക്യയും കിഴക്കൊക്കെയും, കിഴക്കെന്ന് പറഞ്ഞാൽ ഇന്ത്യ, ചൈനയൊക്കെ പെടുന്ന ഉൾപ്രദേശങ്ങളൊക്കെ അന്ത്യോക്യ പാത്രിയാർക്കീസിൻ്റെ ജൂറിസ്ഡിക്ഷൻ പരിധിയിലേക്ക് വന്നു എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട വാദം. മറ്റു ചിലരാകട്ടെ നിഖ്യാ കൗൺസിലിൽ ഈ ഒരു ജൂറിസ്ഡിക്ഷൻ സ്ഥിരപ്പെടുത്തുക മാത്രമാണ് ചെയ്തത്. അതിന് മുമ്പ് തന്നെ, നിഖ്യാ കൗൺസിലിന് മുമ്പ് തന്നെ അങ്ങനെ ഇന്ത്യ മുഴുവൻ, കിഴക്കൊക്കെയും മുഴുവൻ ഈ അന്ത്യോക്യ പാത്രിയാർക്കീസിന് കീഴിൽ തന്നെ ആയിരുന്നു എന്നുള്ള വാദഗതിയും ചിലർ ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ്? നിഖ്യാ കൗൺസിലിലെ 6ാമത്തെ ക്യാനോനിൽ അങ്ങനെ കിഴക്കൊക്കെയും എന്ന് പറഞ്ഞ് ഇന്ത്യയുടെ ഉൾപ്പെടെ ജൂറിസ്ഡിക്ഷൻ അന്ത്യോക്യയ്ക്ക് തീരെഴുതി കൊടുത്തിട്ടുണ്ടോ എന്നുള്ള വിഷയങ്ങൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുകയാണ്, വിശകലനം ചെയ്യുകയാണ്. മാത്രമല്ല, നമ്മൾ 2 ആഴ്ച മുമ്പ് ചെയ്ത ഒരു വീഡിയോ ഉണ്ട്, യാക്കോബായ സഭയുടെ ഉത്ഭവ ചരിത്രം. എന്തുകൊണ്ടാണ് യാക്കോബ സഭ ഒരു ഡ്യൂപ്ലിക്കേറ്റ് അന്ത്യോക്യ സഭ ആകുന്നത് എന്നുള്ളത് വളരെ വിശദമായിട്ട് ചരിത്ര തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആ ചരിത്ര തെളിവുകൾ നിരത്തിക്കൊണ്ട് നമ്മൾ കൃത്യമായിട്ട് തെളിയിച്ച ഒരു വീഡിയോ ആണ്. ആ വീഡിയോയ്ക്ക് മറുപടി എന്നോണം, അത് യഥാർത്ഥത്തിൽ നമുക്ക് മറുപടിയായിട്ട് പറഞ്ഞിട്ടില്ല, പക്ഷേ നമ്മൾ ആ ചെയ്ത കണ്ടന്റിന് മറുപടി എന്നോണം ജിയുടെ ഷിബു പീഡിയക്കിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതൊരു കത്തോലിക്ക പുരോഹിതന് മറുപടി എന്നവണ്ണമാണ് അദ്ദേഹം അതിനകത്ത് പറയുന്നത്. നമുക്ക് നേരിട്ട് പറഞ്ഞിട്ടുള്ള മറുപടിയല്ല. അത് നമുക്ക് പ്രശ്നമുള്ള കാര്യമേ ഇല്ല. ഒരു കത്തോലിക്ക മെത്രാനിന് മറുപടി പറഞ്ഞതായാലും പുരോഹിതന് മറുപടി പറഞ്ഞായാലും പൊതുവേ എല്ലാവർക്കും കത്തോലിക്കർക്കായിട്ട് മറുപടി പറഞ്ഞതായാലും നമ്മളെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞ വിഷയത്തിൽ ഒരു മറുപടി ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് ആ മറുപടി വളരെ വിശദമായിട്ട് നമുക്ക് ചർച്ച ചെയ്യേണ്ട ആവശ്യമുണ്ട്. മറുപടി പറയാൻ വേണ്ടി ഒരു മറുപടി എന്ന നിലയ്ക്ക് ഒരു ദയനീയമായ ഒരു മറുപടി ആയിപ്പോയത്, എന്നാലും നമുക്ക് വളരെ കൃത്യമായി അതിന് മറുപടി പറയേണ്ടത് തന്നെ ആവശ്യമുണ്ട്. അതുകൊണ്ട് ആ വിഷയം കൂടി ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ഏവർക്കും കാത്തലിക് ട്രഡീഷൻസ് ആൻഡ് ക്രോണിക്കിൾസ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമുക്ക് നിഖ്യാ കൗൺസിൽ 6ാമത്തെ ക്യാനോൻ നമുക്ക് ആദ്യമേ പരിശോധിക്കാം. അത് പരിശോധിക്കുന്നതിന് മുമ്പ് നമ്മൾ ബേസിക്കലി ആ ഒരു ക്യാനോൻ വന്നതിൻ്റെ സാഹചര്യം, കോണ്ടെക്സ്റ്റ് എന്താണെന്നുള്ളത് നമ്മൾ ആദ്യമേ എപ്പോഴും മനസ്സിലാക്കണം. എന്ത് വിഷയം, അത് ബൈബിൾ ആയിക്കോട്ടെ അല്ലെങ്കിൽ സഭാ ചരിത്രമായിക്കോട്ടെ, എന്ത് പഠിച്ചാലും അതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് നമ്മൾ എപ്പോഴും മനസ്സിലാക്കിയിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ കോണ്ടെക്സ്റ്റ് മനസ്സിലായാൽ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത് എന്നുള്ള വിഷയം നമുക്ക് ബേസിക്കലി മനസ്സിലാവുകയുള്ളൂ. നിഖ്യാ ക്യാനോൻ 6ൻ്റെ പ്രധാനപ്പെട്ട ഭാഗം, ആദ്യത്തെ ഭാഗം അലക്സാണ്ട്രിയയുടെ ജൂറിസ്ഡിക്ഷൻ സംബന്ധിച്ചാണ്. അങ്ങനെ ഒരു വിഷയം വരാനായിട്ടൊരു കാരണമുണ്ട്. ആ കാലത്ത് അലക്സാണ്ട്രിയയിലെ സഭയിൽ മെലിത്യോസ് എന്നൊരു മെത്രാൻ ഉണ്ടായിരുന്നു. ലൈക്കപ്പോലിസിലെ മെത്രാനായിരുന്നു. മെലിത്യോസ് ഓഫ് ലൈക്കപ്പോലിസ് എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹം സ്വതന്ത്രമായിട്ട് അല്ലെങ്കിൽ പാരലലി മെത്രാന്മാരെ വാഴിക്കാൻ തുടങ്ങി. അതായത് ബിഷപ്പ് ഓഫ് അലക്സാണ്ട്രിയയെ അറിയിക്കാതെ പാരലലി അദ്ദേഹം തനിക്കും അത്തരത്തിൽ ബിഷപ്പ് ഓഫ് അലക്സാണ്ട്രിയയ്ക്ക് ബിഷപ്പ്മാരെ വാഴിക്കാമെങ്കിൽ എനിക്കും വാഴിക്കാനുള്ള അവകാശമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ചില മെത്രാന്മാരെയൊക്കെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇദ്ദേഹം ഇത്തരത്തിൽ പാരലി വാഴിക്കാനായിട്ട് തുടങ്ങി. അത് വലിയൊരു വിഷയമായി അലക്സാണ്ട്രിയ സഭയിൽ. നിഖ്യാ കൗൺസിൽ ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്ത കൂട്ടത്തിൽ ഇതും ഒരു പ്രധാനപ്പെട്ട ചർച്ചയായി എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിഖ്യാ കൗൺസിൽ 6ാമത്തെ ക്യാനോനിൽ അലക്സാണ്ട്രിയ സഭയുടെ ജൂറിസ്ഡിക്ഷൻ പരിധി എന്താണ് എന്നുള്ളത്, ആരൊക്കെ അദ്ദേഹത്തിന് വിധേയപ്പെട്ടിരിക്കണം എന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ട് നിർവചിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ 6ാമത്തെ ക്യാനോൻ തന്നെ വരാനുള്ള കാരണം. ഇതാണ് കോണ്ടെക്സ്റ്റ്. നമുക്കിനി ആ ക്യാനോൻ ഒന്ന് വായിക്കാം. നിഖ്യാ കൗൺസിൽ അതിൻ്റെ 6ാമത്തെ ക്യാനോൻ അതിങ്ങനെയാണ് പറയുന്നത്: ലെറ്റ് ദ ഏൻഷ്യന്റ് കസ്റ്റംസ് ഇൻ ഈജിപ്റ്റ്, ലിബിയ ആൻഡ് പെന്റപ്പോളിസ് പ്രിവെയിൽ, ദാറ്റ് ദ ബിഷപ്പ് ഓഫ് അലക്സാണ്ട്രിയ ഹാവ് ജൂറിസ്ഡിക്ഷൻ ഇൻ ഓൾ ദീസ്. അതായത് ഈജിപ്തിലും ലിബിയയിലും പെന്റപ്പോളിസ്, ഈ ഏരിയ, ഇതാണ് ജോഗ്രഫിക്കൽ ഏരിയയാണ്. ഈ ജോഗ്രഫിക്കൽ ഏരിയയിൽ മുഴുവനും ആർക്കാണ് അധികാരമുള്ളത്? ബിഷപ്പ് ഓഫ് അലക്സാണ്ട്രിയയ്ക്കാണ് അധികാരമുള്ളത്. അതായത് ബിഷപ്പ് ഓഫ് അലക്സാണ്ട്രിയയുടെ ജൂറിസ്ഡിക്ഷനിൽ പെടുന്നതാണ് ഈ ഭൂപ്രദേശമൊക്കെ എന്നുള്ളതാണ് വളരെ കൃത്യമായിട്ട് ഇവിടെ നിർവചിച്ച് പറയുന്നത്. അതിനകത്തിൽ ഈ മെലിത്യോസിൻ്റെ ലൈക്കപ്പോലിസും ഉൾപ്പെടുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് വിധേയപ്പെട്ട് ഇരിക്കണമെന്നുള്ളതാണ് ഇത് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട അർത്ഥം. 2ാമത്തെ ക്ലോസിൽ ഏറ്റവും തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു ക്ലോസാണ് 2ാമത്തെ ക്ലോസ്. ഇത് ആദ്യത്തെ ക്ലോസ് ഇതാണ്
ഇതാണ് ജൂറിസ്ഡിക്ഷൻ പരിധി എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നിർവചിക്കുകയും അതിന് രണ്ടാമത്തെ ക്ലോസിൽ അതിന് കാരണമാണ് വിവരിക്കുന്നത്. അതിനകത്തിൽ പൊതുവേ നമ്മൾ കാണുന്ന ട്രാൻസ്ലേഷൻ അതിൻ്റെ ബാക്കി ഭാഗം ഇങ്ങനെയാണ്: സിൻസ് ദ ലൈക്ക് ഈസ് എ കസ്റ്റമറി ഓഫ് ദ ബിഷപ്പ് ഓഫ് റോം ഓൾസോ. അതിന് കാരണമായിട്ട് പറയുന്നത് സിൻസ് ദ ലൈക്ക് ഈസ് ദ കസ്റ്റമറി ഓഫ് ദ ബിഷപ്പ് ഓഫ് റോം ഓൾസോ. ആക്ച്വലി നമ്മൾ യഥാർത്ഥമായിട്ട് അതിൻ്റെ ഗ്രീക്ക് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ കൃത്യമായിട്ടുള്ള അതേ എക്സാക്റ്റ് വാചകങ്ങൾ തന്നെ എടുക്കുകയാണെങ്കിൽ സിൻസ് ദ ലൈക്ക് എന്നുള്ളതിന് അപ്പുറം അവിടെ ടൗട്ടോ എന്നുള്ള വാക്ക്, ടൗട്ടോ എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് ദ കസ്റ്റമറി. ഇപ്പോൾ സിൻസ് ദ ലൈക്ക് എന്നുള്ളതല്ല, ആക്ച്വലി പിന്നീട് ആൾക്കാർ പല ട്രാൻസ്ലേഷൻസ് കൊണ്ടുവന്നപ്പോൾ വന്ന തെറ്റായിട്ടുള്ള ട്രാൻസ്ലേഷനാണ് അത്. ഞാൻ അതിൻ്റെ നമുക്ക് അതിൻ്റെ കൃത്യമായിട്ടുള്ള ഗ്രീക്കും അതിൻ്റെ വേർഡ് ടു വേർഡ് ട്രാൻസ്ലേഷനും ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഇതിനകത്ത് നിങ്ങൾക്ക് സ്ക്രീനിൽ ഇപ്പോൾ കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. അവിടെ ടൗട്ടോ എന്നുള്ള വാക്ക് ദിസ് ഈസ് ദ എന്ന് പറഞ്ഞാൽ സിൻസ് ദ ലൈക്ക് ഇതുപോലത്തെ ആണെന്നുള്ളതല്ല അവിടെ. അപ്പം ദിസ് ഈസ് ദ എന്ന് പറഞ്ഞാൽ ദിസ് എന്നുള്ള വാക്ക് അവിടെ ഉദ്ദേശിക്കുന്നത് പ്രീവിയസ് ആയിട്ട് പറഞ്ഞിരിക്കുന്ന ക്ലോസിനെ പറ്റിയാണ്. അതായത് പ്രീവിയസ് ക്ലോസ് എന്താണ്? അലക്സാൻഡ്രിയയിലെ ബിഷപ്പിൻ്റെ ജൂറിസ്ഡിക്ഷനാണ് ആദ്യം പറയുന്നത്. അപ്പോൾ ആ സെൻറ്റൻസിൻ്റെ രണ്ടാമത്തെ ഭാഗത്ത് പറയുന്നത് ആദ്യം പറഞ്ഞിരിക്കുന്ന കാനോനിക്കലായിട്ടുള്ള ജൂറിസ്ഡിക്ഷന് കൺഫർമേറ്ററി ക്ലോസ് ആയിട്ടാണ്. എന്തുകൊണ്ട് അതങ്ങനെ ആയിരിക്കുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ ക്ലോസിൽ വ്യക്തമാക്കുന്നത്. സിൻസ് ദിസ് ഈസ് ദ കസ്റ്റം ഓഫ് ദി ബിഷപ്പ് ഓഫ് ദി റോം ഓൾസോ എന്ന് പറയുമ്പോൾ എന്താണ് സിൻസ് ദിസ് എന്ന് പറയുന്നത്? എന്താണ് ദിസ് എന്ന് പറയുന്നത്? ആദ്യത്തെ പറഞ്ഞിരിക്കുന്നതിനെ പറ്റിയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അത് ആദ്യം പറഞ്ഞിരിക്കുന്നത് അലക്സാൻഡ്രിയയിലെ ബിഷപ്പിന് ഇവിടെയൊക്കെ അധികാര പരിധിയുണ്ട്, ഇതാണ് അദ്ദേഹത്തിൻ്റെ അധികാര പരിധി എന്ന് കൃത്യമായിട്ട് നിർവചിച്ചിട്ട് പറയുകയാണ്. എന്തുകൊണ്ടാണ് അത് അങ്ങനെ ആയിരിക്കുന്നത്? കാരണം ദിസ് ഈസ് എ കസ്റ്റം, ബിഷപ്പ് ഓഫ് റോമിൻ്റെ കസ്റ്റം അനുസരിച്ച് ഈ സ്ഥലങ്ങളൊക്കെയാണ് ബിഷപ്പ് ഓഫ് അലക്സാൻഡ്രിയയുടെ അധികാര പരിധിയിൽ പെടുന്നത് എന്നുള്ളതാണ് അവിടെ ബേസിക്കലി പറയുന്നത്. പക്ഷേ ഇതിനെ വളരെ തെറ്റായിട്ട് ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് പിന്നീട് അതിനകത്തിൽ പ്രധാനമായിട്ടും റൂഫിനസിൻ്റെ ഗ്രീക്ക് അറിയാത്ത ഒരു വ്യക്തി തൻ്റെ ഐഡിയ വെച്ചിട്ട് അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്തു, ലത്തീനിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. പിന്നീട് അതൊരിക്കലും സഭ ഔദ്യോഗികമായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നൊരു ട്രാൻസ്ലേഷൻ പോലും ആയിരുന്നില്ല. പക്ഷേ അത് പിൽക്കാലത്തിൽ പ്രൊട്ടസ്റ്റൻ്റുകാർ സഭയോടുള്ള വിരോധം മൂലം അതെടുത്തിട്ട് അത്തരത്തിൽ വളരെ തെറ്റായിട്ട് വ്യാഖ്യാനിച്ചു എന്നുള്ളതാണ്. അദ്ദേഹം അതിനകത്തിൽ ഇത്തരത്തിൽ, അതായത് എങ്ങനെയാണോ ബിഷപ്പ് ഓഫ് അലക്സാൻഡ്രിയയ്ക്ക് അധികാരപരിധി ഉള്ളത് അതുപോലെ തന്നെ റോമൻ സഭയ്ക്കും സബർബൻസ് ഏരിയയിലൊക്കെ അധികാരപരിധി ഉണ്ട് എന്നൊക്കെ കൂട്ടിച്ചേർക്കുകയാണ് ചെയ്തത്. അങ്ങനെ ആ രണ്ടാമത്തെ കൺഫർമേറ്ററി ക്ലോസിന് എന്ത് ചെയ്തു? ആദ്യം പറഞ്ഞിരിക്കുന്ന അലക്സാൻഡ്രിയയുടെ ജൂറിസ്ഡിക്ഷൻ ഇതൊക്കെയാണ്, അതിന് കാരണം റോമിനും അതുപോലൊരു ജൂറിസ്ഡിക്ഷൻ ഉണ്ട് എന്ന് തെറ്റായിട്ട് വ്യാഖ്യാനിക്കുക ചെയ്തിരിക്കുന്നത്. പക്ഷെ നമ്മൾ ഒറിജിനൽ നിക്കാ കാനോനിലെ ഒറിജിനൽ ഗ്രീക്കിലേക്ക് ചെല്ലുകയാണെങ്കിൽ ഇന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അതൊരിക്കലും ഒരു പാരലൽ ഹൈറാർക്കിയെ പറ്റി അല്ല പറയുന്നത്, ബട്ട് റാദർ അത് ആദ്യം പറഞ്ഞിരിക്കുന്നതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിൻ്റെ കൺഫർമേറ്ററി ക്ലോസ് ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. ആ കൺഫർമേറ്ററി ക്ലോസിൽ പറയുന്നതിൻ്റെ കാരണം ഇതാണ്. ആ കൺഫർമേറ്ററി ക്ലോസിൽ പറയുന്നത് ഇങ്ങനെ ഒരു ആദ്യത്തെ ക്ലോസ് വെക്കാനുള്ള കാരണം ബിഷപ്പ് ഓഫ് റോം ഇത് അംഗീകരിച്ചിരിക്കുന്നു. അതായത് ബിഷപ്പ് ഓഫ് റോമിൻ്റെ കസ്റ്റം അനുസരിച്ച്, ട്രഡീഷൻ അനുസരിച്ച് ഈ സ്ഥലങ്ങളൊക്കെയാണ് അംഗീകരിക്കപ്പെട്ടിരുന്നത്. കാരണം ഈ കൗൺസിലിൽ തന്നെ ബിഷപ്പ് ഓഫ് റോമിൻ്റെ രണ്ട് ലീഗേറ്റ്സ് അവിടെ പങ്കെടുത്തിരുന്നു, ആ കൗൺസിലിൽ പങ്കെടുത്തിരുന്നു. അവർ തന്നെയാണ് ഹോസിയോസെഫ് കോഡിവയും പിന്നീട് ആ രണ്ട് ലീഗേറ്റ്സ് വിൻസെൻഷ്യസും വിക്ടിയസും ഇവർ രണ്ടുപേരുമാണ് ആദ്യം തന്നെ കൗൺസിലിൻ്റെ രേഖകളിൽ സൈൻ ചെയ്യുന്നത് തന്നെ. പിന്നീടാണ് ബാക്കിയുള്ള ബിഷപ്പ് ഓഫ് അലക്സാൻഡ്രിയയും ബിഷപ്പ് ഓഫ് അന്ത്യോക്കൊക്കെ സൈൻ ചെയ്യുന്നത്. ഇതൊക്കെ നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ആ ആദ്യത്തെ വീഡിയോ, അതായത് നിക്കാ കൗൺസിൽ സംബന്ധിച്ചുള്ള ആദ്യത്തെ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ അത് പോയി കാണുക, വളരെ കൃത്യമായിട്ട് ആ വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവർ ആ വിഷയം കൺഫേം ചെയ്ത് കൊടുക്കുകയാണ്. യെസ്, ഇതാണ് അലക്സാൻഡ്രിയയുടെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ജൂറിസ്ഡിക്ഷൻ പരിധി എന്നുള്ളത് വളരെ കൃത്യമായിട്ട് അവിടെ വന്നിരിക്കുന്ന പേപ്പർ ലീഗേറ്റ്സ് അംഗീകരിക്കുന്ന കാര്യമാണ്. അവിടെ അത് അങ്ങനെ അംഗീകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതാണ് ദിസ് ഈസ് എ കസ്റ്റം. ദിസ് ഈസ് എ കസ്റ്റം, ടൗട്ടോ എന്നുള്ള വാക്ക് നേരത്തെ പറഞ്ഞിരിക്കുന്ന വിഷയത്തെയാണ് ഈ പറഞ്ഞ എന്താണോ അതിന് കൺഫർമേറ്ററി ക്ലോസ് എന്നുള്ള നിലയിലാണ് ടൗട്ടോ അവിടെ ഉപയോഗിക്കുന്നത്. സിൻസ് ദിസ് ഈസ് എ കസ്റ്റം ഓഫ് ദി ബിഷപ്പ് ഓഫ് ദി റോം എന്നുള്ളത് വളരെ കൃത്യമായിട്ട് കൺഫർമേറ്ററി ക്ലോസ് എന്ന നിലയിലാണ് അവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ നിക്കാ കൗൺസിൽ 6-ാം കാനോൻ പറയുന്ന വിഷയങ്ങളൊക്കെ എന്താണ് അവിടെ സബ്സിക്വൻ്റ്ലി ബാക്കി പറയുന്ന വിഷയം അത് തന്നെ. അപ്പോൾ ഇവിടെ ബാക്കിയുള്ള സഭകളുടെ ജൂറിസ്ഡിക്ഷൻ പരിധികളും അല്ലെങ്കിൽ അധികാരങ്ങളും അംഗീകരിക്കാനുള്ള കാരണം, അല്ലെങ്കിൽ ഇതാണ് എന്ന് നിശ്ചയിക്കപ്പെടാനുള്ള കാരണം, അല്ലെങ്കിൽ അത്തരത്തിൽ കാനോനികമായി എഴുതി വെക്കാനുള്ള കാരണം അത് ബിഷപ്പ് ഓഫ് റോം അംഗീകരിച്ചിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കസ്റ്റമിൽ പെടുന്ന ബിഷപ്പ് ഓഫ് റോമിൻ്റെ കസ്റ്റമറി അനുസരിച്ച് ഇത്തരത്തിലുള്ള ജൂറിസ്ഡിക്ഷൻ പരിധികളാണ് അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് അവിടെ ബേസിക്കലി കൺഫേം ചെയ്യുന്നത്. അപ്പോൾ ആദ്യം പറയുന്ന വിഷയം ഇതാണ്: ദ ഏൻഷ്യന്റ് കസ്റ്റംസ് ഇൻ ഈജിപ്റ്റ്, ലിബിയ ആൻഡ് പെൻറ്റപോളിസ് പ്രിവെയിൽ, that the Bishop of Alexandria have jurisdiction in all these.
പിന്നീട് അതിൻ്റെ തന്നെ ഭാഗമായിട്ട് കൺഫർമേറ്ററി ക്ലോസ് പറയുകയാണ്, സിൻസ് ദിസ് ഈസ് ദി കസ്റ്റമറി ഓഫ് ദി ബിഷപ്പ് ഓഫ് ദി റോം ഓൾസോ എന്നോട് കൃത്യമായിട്ട് പറയുകയാണ്. അടുത്ത പറയുന്നത് ലൈക്ക് വൈസ്, അതുപോലെ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇനിയും പറയുന്ന വിഷയങ്ങളും ബിഷപ്പ് ഓഫ് റോം അംഗീകരിച്ചതാണ്, ബിഷപ്പ് ഓഫ് റോമിൻ്റെ കസ്റ്റമറി ഇങ്ങനെയാണ്, അതുകൊണ്ടാണ്, അല്ലാതെ മറ്റൊരു കാരണവും കാണുന്നില്ല. അതായത് മെലിത്യോസിന് ചോദിക്കുമ്പോൾ എന്തുകൊണ്ട് അങ്ങനെ ബിഷപ്പ് ഓഫ് അലക്സാണ്ട്രിയയ്ക്ക് ഈ അധികാര പരിധി ഉണ്ടെന്ന് ചോദിച്ചാൽ എന്തെങ്കിലും ഉത്തരം പറയണ്ടായോ? അതായത് മെലിത്യോസ് മെത്രാൻ ചോദിക്കുകയാണ്, എന്തുകൊണ്ട് ബിഷപ്പ് ഓഫ് അലക്സാണ്ട്രിയയ്ക്ക് ഈ അധികാര പരിധി പറഞ്ഞിരിക്കുന്നു, എന്തുകൊണ്ട് എനിക്കായിക്കൂടാ, ഞാനിവിടെ ലിക്കപ്പോലിസിലുള്ള ഞാനൊരു മെത്രാനാണ്, എനിക്കിവിടെ എന്തുകൊണ്ട് വാഴിച്ചുകൂടാ എന്നുള്ള ചോദിച്ചാൽ അത് വാഴിക്കാൻ പറ്റില്ല. കാരണം ഇത് ബിഷപ്പ് ഓഫ് അലക്സാണ്ട്രിയയുടെ അധികാര പരിധിയിൽ പെടുന്നതാണ് എന്ന് പറയുമ്പോൾ അതിന് കാരണം എന്താണ് അതിന് തെളിവ് എന്ന് ചോദിച്ചാൽ ഒറ്റ തെളിവേ ഉള്ളൂ. അതിന് തെളിവ് പാരലലായിട്ട് റോമിൽ ഒരു ജൂറിസ്ഡിക്ഷൻ ഉണ്ട് എന്നുള്ളതല്ല അതിൻ്റെ തെളിവ്. എന്നാൽ പിന്നെ റോം പറയേണ്ട ആവശ്യമില്ല, തൊട്ടടുത്ത് അന്ത്യോക്യ കിടപ്പുണ്ട്, അന്ത്യോക്യയിൽ ഇങ്ങനെയൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഇവിടെ ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞാൽ അത് ഉത്തരമാകില്ല. ഒറ്റ ആൻസറേ ഉള്ളത്, ബിഷപ്പ് ഓഫ് റോം അംഗീകരിച്ച അല്ലെങ്കിൽ ബിഷപ്പ് ഓഫ് റോമിൻ്റെ കസ്റ്റമറി ആയിട്ട് ഈ നിയമപരിധിയാണ് അംഗീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് അത് കൺഫേം ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇവിടെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ജൂറിസ്ഡിക്ഷൻ പരിധി അത് അലക്സാണ്ട്രിയയിലെ ബിഷപ്പിന് അംഗീകരിച്ച് കൊടുക്കുമ്പോൾ, അത് അംഗീകരിച്ച് അത്തരത്തിൽ കാനോനികമായിട്ട് എഴുതി വെക്കുമ്പോൾ അതിന് കാരണമായിട്ട് കൺഫർമേറ്ററി ക്ലോസ് ആയിട്ട് പറയുന്നത് ബിഷപ്പ് ഓഫ് റോം ഇത് അംഗീകരിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ബിഷപ്പ് ഓഫ് റോമിൻ്റെ കസ്റ്റമറിയിൽ ഇതാണ്, അതല്ലാതെ മറ്റൊരു വിഷയത്തെപ്പറ്റിയല്ല പറഞ്ഞത്. അവിടെ ഇൻ ടു ദ സെൻറ്റൻസ് പല കാര്യങ്ങളിലും ഇൻസേർട്ട് ചെയ്താൽ മാത്രമേ അതൊരു പാരലൽ ജൂറിസ്ഡിക്ഷനെ പറ്റിയാണ് എന്നത് ഒരിക്കലും വാദിക്കാൻ സാധിക്കത്തുള്ളൂ. പക്ഷേ വെൻ യു ലുക്ക് ഇൻ ടു ദ റിയൽ വേർഡ്സ്, ആ വേർഡ്സിലേക്ക് നമ്മൾ കൃത്യമായിട്ട് ചെല്ലുന്നുണ്ടെങ്കിൽ, ഗ്രീക്കിലേക്ക് ചെല്ലുന്നുണ്ടെങ്കിൽ അവിടെ മറ്റൊരർത്ഥം അവിടെ കൊടുക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അതായത് പിന്നീട് ഈ കാനോനിലെ വാക്കുകൾക്കുള്ളിലേക്ക് കൂട്ടിച്ചേർത്തുകൊണ്ടാണ് അത്തരത്തിലുള്ള തെറ്റായിട്ടുള്ള, അതായത് ഇതൊരു പാരലൽ ജൂറിസ്ഡിക്ഷനെ പറ്റിയാണ്. സബർബൻ സഭകളിൽ, ഈ പറയുന്ന റോമിലെ സഭകളിൽ മാർപ്പാപ്പയ്ക്ക് നിയമപരിധി ഉള്ളതുപോലെ ഇവിടെ അതൊരു പാരലായിട്ടായിരിക്കണം എന്നുള്ള നിലയിൽ അതിനെ ദുർവ്യാഖ്യാനം ചെയ്യുകയാണ് ചെയ്തത്. ഒറിജിനലി എടുത്താൽ ഇങ്ങനെ മാത്രമേ ഇത് വ്യാഖ്യാനിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ ഒരു പരമാർത്ഥം. അതിൻ്റെ ബാക്കിയായിട്ട് അപ്പം ലൈക്ക് വൈസ്, അതുപോലെ തന്നെ ഇൻ അന്ത്യോക്ക് ആൻഡ് ദി അതർ പ്രൊവിൻസസ് ലെറ്റ് ദ ചർച്ച് റീറ്റെയിൻ ദർ പ്രിവിലേജസ്. അപ്പോൾ ഇവിടെയും ലൈക്ക് വൈസ് അതുപോലെ തന്നെ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് അതുപോലെ ആണ് ഈ അന്ത്യോക്യയ്ക്കും പ്രിവിലേജ് ഉള്ളത്, ബാക്കിയുള്ള ഇതിന് അതർ പ്രൊവിൻസസിലും സഭകൾക്കുള്ള പ്രിവിലേജസ് എന്താണ് കാരണം? അതൊക്കെ ബിഷപ്പ് ഓഫ് റോം അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ബിഷപ്പ് ഓഫ് റോമിൻ്റെ കസ്റ്റമറിയിൽ നിലനിൽക്കുന്ന വിഷയങ്ങളാണ്. അതുകൊണ്ടാണ് അതിന് ആ ക്ലാരിറ്റി ഉള്ളതും അല്ലെങ്കിൽ അക്സെപ്റ്റൻസ് ഉള്ളതും കാനോനികമായിട്ട് എഴുതാൻ സാധിക്കുന്നുള്ളത്. അതാണ് കൺഫർമേറ്ററി ക്ലോസ് എന്നുള്ളത്. ആരാണ് ഇവിടെ ഒരു ഹൈറാർക്കി ഉണ്ട്. ആ ഹൈറാർക്കിയിൽ ബിഷപ്പ് ഓഫ് റോമിൻ്റെ കസ്റ്റമറിയിൽ ഇത് പെടുന്നു, അല്ലെങ്കിൽ ഇത് അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതാണ് എന്നുള്ളത് മാത്രമാണ് ഇവരുടെ അധികാര പരിധി നിശ്ചയിക്കാനായിട്ട് കാരണമായിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു നിക്കിയ കാനോൻ 6 മനസ്സിലാക്കുന്നത്. ഒരു പക്ഷേ നിങ്ങൾ ഇത് ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത്, പക്ഷേ ഇതാണ് യഥാർത്ഥത്തിൽ കത്തോലിക്ക സഭ മനസ്സിലാക്കുന്ന സത്യം. ഇങ്ങനെയാണ് സഭ അത് കൃത്യമായിട്ട് നിർവഹിച്ചിരിക്കുന്നത്. മാത്രമല്ല അന്നത്തെ സഭ അന്ന് അങ്ങനെ തന്നെയാണ് അത് റിസീവ് ചെയ്തത്. അതിന് വിപരീതമായിട്ടൊരു ചരിത്രവും ഇല്ല എന്നുള്ളതാണ്. മാത്രമല്ല ഇത് വളരെ കൃത്യമായിട്ട് പ്രത്യേകിച്ച് റോമൻ പ്രൈമസിയെ തന്നെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്ന ഒരു കാനോൻ തന്നെയാണ് ആദിമ സഭാപിതാക്കന്മാർ അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലുള്ള സഭാപിതാക്കന് ശേഷമുള്ളവരൊക്കെ അതിനെ വ്യാഖ്യാനിച്ചിട്ടുള്ളത്. വളരെ പിൽക്കാലത്തിൽ പ്രൊട്ടസ്റ്റൻ്റ് ആവിർഭാവത്തോടൊക്കെയാണ് വളരെ തെറ്റായിട്ടുള്ള ഇത്തരത്തിലുള്ള ഭോഷത്വപരമായിട്ടുള്ള ഇൻസേർഷൻസ് വരികയും തെറ്റായി അതിനെ ദുർവ്യാഖ്യാനം ചെയ്യുകയും വക്രീകരിക്കുകയൊക്കെ ചെയ്ത് എന്നുള്ളത് അതിൻ്റെ പരമാർത്ഥം. അപ്പോൾ നമുക്ക് പ്രധാനമായിട്ടും പറയുന്ന വിഷയം അന്ത്യോക്യയെ പറ്റിയാണല്ലോ. അപ്പോൾ അന്ത്യോക്യയുടെ വിഷയത്തിലേക്ക് വരാം. അതിന് തുടക്കമായിട്ട് ആമുഖമായിട്ട് ഈ വിഷയം പറഞ്ഞു എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. ഇവിടെ നമ്മൾ അന്ത്യോക്യയും കിഴക്കൊക്കയിലേക്ക് വരണമല്ലോ. ഇവിടെ കിഴക്കൊക്കയും കാണുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ എന്താ പറയുന്നത്? ലൈക്ക് വൈസ് ഇൻ അന്ത്യോക്ക് ആൻഡ് ദി അതർ പ്രൊവിൻസസ് ലെറ്റ് ദ ചർച്ചസ് റീറ്റെയിൻ ദർ പ്രിവിലേജസ്. അപ്പോൾ അന്ത്യോക്യ, അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്ന പോലെ 3 ഒരു പാത്രയാക്കിയിട്ടെന്നോ അല്ലെങ്കിൽ 3ആയിട്ട് വിഭജിച്ചെന്നൊന്നും ഈ കാനോണിൽ കാണുന്നില്ല. ഇവിടെ പറയുന്നത് എന്താണ്? ഇവിടെ അലക്സാണ്ട്രിയ സഭയ്ക്ക് ഒരു കൃത്യമായ ജൂറിസ്ഡിക്ഷൻ അവിടെ പരിധി നിശ്ചയിച്ച് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ നേരത്തെ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ആ സ്ഥലങ്ങളൊക്കെ അന്ത്യോക്യയ്ക്കും അവകാശപ്പെട്ടതാണ്. അപ്പോൾ അന്ത്യോക്യ മാത്രമല്ല, ഇതിനാണെങ്കിൽ അങ്ങേപ്പുറത്ത് റോം കിടപ്പുണ്ട്, അലക്സാണ്ട്രിയ കിടപ്പുണ്ട്, ഇവിടെ അന്ത്യോക്യം കിടപ്പുണ്ട്. അവർ ബാക്കി സ്ഥലങ്ങളെ പറ്റിയും പറയുന്നുണ്ട്. അതാണ് അടുത്ത പാർട്ട് പറയുന്നത്. അതായത് അന്ത്യോക്ക് ആൻഡ് അതർ പ്രൊവിൻസസ് ലെറ്റ് ദ ചർച്ചസ് റീറ്റെയിൻ ഇറ്റ്സ് പ്രിവിലേജസ് എന്ന് പറഞ്ഞാൽ ഈ 3ആയിട്ട് തിരിച്ചു എന്നുള്ള അർത്ഥത്തിൽ ഇവിടെ കാണുന്നേ ഇല്ല എന്നുള്ളതാണ്.
അലക്സാൻഡ്രിയയിലെ കൃത്യമായ ജൂറിസ്ഡിക്ഷൻ പറയുന്നു, ഇവിടെ അന്ത്യോക്യയുടെ കാര്യം പറയുന്നുണ്ട്. എന്തൊക്കെ ആയിരുന്നോ ട്രഡീഷണലി ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്നത് ആ കസ്റ്റം തന്നെ പ്രിവെയിൽ ചെയ്യട്ടെ. അപ്പം അന്ത്യോക്യയുടെ കാര്യം മാത്രമല്ല, അന്ത്യോക്യയും മാത്രമല്ല അതർ പ്രൊവിൻസസും എന്നുള്ളത് കൃത്യമായിട്ട് പറയുകയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അപ്പോൾ ഇവിടെ അന്ത്യോക്യയ്ക്ക് ബാക്കി കിഴക്ക് മൊത്തം കിട്ടിയെന്നൊക്കെ പറയുന്ന ആശയങ്ങൾ എവിടുന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ അങ്ങനൊരു ആശയമേ ഇല്ല എന്നുള്ളതാണ്. ബാക്കി ഭാഗം കൂടെ നമുക്ക് വായിക്കാം. ഇവിടെ പറയുന്നത് എങ്ങനെയാണ്? Let the church retain the privileges, and this is to be universally understood. And if one be made bishop without the consent of the metropolitan, the great synod has declared that such a man ought not to be a bishop. If, however, 2 or 3 bishops shall, from natural love of contradiction, oppose the common suffrage of the rest, it being reasonable in accordance with ecclesiastical law, then let the choice of the majority prevail. എന്നൊക്കെ പറഞ്ഞിരിക്കും. അപ്പോൾ ബാക്കി ഇവിടെ പറയുന്നത് ഈ 3 അല്ലെങ്കിൽ ഈ 2 ബിഷപ്പ്മാരുടെ കാര്യം മാത്രമല്ല, ബാക്കിയുള്ള പ്രൊവിൻസസിനെ പറ്റി പറയുന്നുണ്ട്. അവിടുത്തെ മെട്രോപൊളിറ്റൻസിന് അധികാരപരിധിയുണ്ട്. ആ മെട്രോപൊളിറ്റൻ ഇതിൻ്റെ കൺസെൻറ്റ് ഇല്ലാതെ ഒരിക്കലും മറ്റു മെത്രാന്മാരെ വാഴിക്കല്ല് എന്നുള്ള കാര്യവും പറയുന്നുണ്ട്. മനസ്സിലായി? അപ്പോൾ മെത്രാപ്പൊലിത്തമാർ ബാക്കിയുള്ള സ്ഥലങ്ങളിലുണ്ടായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. അന്ത്യോക്യയിലെ മെത്രാപ്പൊലിത്ത മാത്രമല്ല, അല്ലെങ്കിൽ അലക്സാൻഡ്രിയയിലെ മെത്രാൻ മാത്രമല്ല, അത് ബാക്കിയുള്ള പ്രൊവിൻസസിലും മെട്രോപൊളിറ്റൻസ് ഉണ്ടായിരുന്നു. അവരെല്ലാവരും അന്ത്യോക്യയിലേക്കോ അല്ലെങ്കിൽ അലക്സാൻഡ്രിയയിലേക്കോ ലോങ്ങിലേക്കോ നോക്കണം എന്നുള്ള നിലയല്ല പറയുന്നത്. ആ മെട്രോപൊളിറ്റൻസിനൊക്കെ അവരുടെ അധികാര പരിധിയിൽ ആരൊക്കെ ഉണ്ടോ അവർ പുതുതായിട്ട് ബിഷപ്പ്മാരെ വാഴിക്കുമ്പോൾ മെത്രാപ്പൊലീത്തയുടെ കൺസെൻറ്റോട് കൂടി മാത്രമേ വാഴിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞു വെക്കുന്ന കാര്യം. അപ്പോൾ അങ്ങനെ വാഴിക്കുമ്പോൾ 3 പേരെങ്കിലും ഉണ്ടായിരിക്കണം എന്നുള്ളതും വളരെ കൃത്യമായിട്ട് ഈ കാനോനിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഈ നിഖ്യ കാനോൻ 6 പറയുന്നത്. നിഖ്യ കാനോൻ 6 അനുസരിച്ച് ഒരിക്കലും അത്തരത്തിൽ ഒരു 3ആയിട്ട് സഭയെ വിഭജിക്കുന്നില്ല. മാത്രമല്ല, നിങ്ങൾ യൂണിവേഴ്സൽ കൗൺസിൽസിൻ്റെ, അതായത് സാർവത്രിക കൗൺസിലുകളൊക്കെ എടുത്ത് നോക്കുക, ഒരു ചരിത്രത്തിലും ഒരിക്കലും ഒരു റെസ്ട്രിക്റ്റഡ് ജൂറിസ്ഡിക്ഷൻ ബിഷപ്പ് ഓഫ് റോമിന് പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഇവിടെ കൃത്യമായിട്ട് അലക്സാൻഡ്രിയയുടെ അധികാര പരിധി എവിടെയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ അന്ത്യോക്യയുടെയും കാര്യങ്ങൾ പിന്നീടുള്ള കാനോണിലൊക്കെ നിർവഹിച്ച് വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് പിന്നീട് വായിക്കാം. അപ്പം എവിടൊക്കെയാണ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നിർവചിക്കുമ്പോൾ ഒരിക്കലും ബിഷപ്പ് ഓഫ് റോമിൻ്റെ കാര്യത്തിൽ ഒരു റെസ്ട്രിക്റ്റഡ് അധികാര പരിധി ഒരു കാനോനിലും ഒരിക്കലും ഒരിടത്തും സഭാചരിത്രത്തിൽ മെൻഷൻ ചെയ്യുന്നില്ല. കാരണം യൂണിവേഴ്സൽ ജൂറിസ്ഡിക്ഷനാണ് ആദ്യം മുതൽ റോമിലെ മെത്രാൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ പരമാർത്ഥം. മാർപ്പാപ്പയുടെ പ്രഥമതയും പരമാധികാരവുമാണ് നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. അതിനകത്തിൽ വളരെ കൃത്യമായിട്ട് 1-ാം നൂറ്റാണ്ട് മുതലുള്ള തെളിവുകൾ സഹിതമാണ് നമ്മൾ ആ വീഡിയോ ചെയ്യാൻ പോകുന്നത്. അത് മുൻകൂറിയായിട്ടൊന്ന് പറഞ്ഞു എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ കാനോൻ 6 അത്തരത്തിൽ സഭ ഒരിക്കലും 3 പാട്രിയാർക്കേറ്റുകളായിട്ട് വിഭജിക്കുന്ന ഒരു കാര്യം പറയുന്നേയില്ല. മാത്രമല്ല, റോമിന് ഒരിക്കലും റെസ്ട്രിക്റ്റഡ് ജൂറിസ്ഡിക്ഷൻ ഉണ്ടായിരുന്നില്ല, യൂണിവേഴ്സൽ ജൂറിസ്ഡിക്ഷനാണ്. മാത്രമല്ല, ദ അൾട്ടിമേറ്റ് അതോറിറ്റി എന്നുള്ള നിലയിൽ എവ്രി വൺ ലുക്ക്ഡ് അൺ ടു ഈ ബിഷപ്പ് ഓഫ് റോം എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ജൂറിസ്ഡിക്ഷൻസ് അന്ത്യോക്യയ്ക്കും അലക്സാൻഡ്രിയയ്ക്കും ബാക്കിയുള്ള മെട്രോപൊളിറ്റൻസിനൊക്കെ ഉണ്ട്. പക്ഷേ അവരുടെയൊക്കെ ആ ജൂറിസ്ഡിക്ഷൻ പരിധി നിശ്ചയിക്കപ്പെട്ടത് പോലും ബിഷപ്പ് ഓഫ് റോമിൻ്റെ കസ്റ്റമറി അനുസരിച്ചാണ്. അത് ബിഷപ്പ് ഓഫ് റോം അംഗീകരിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് അവർക്ക് അത്തരത്തിൽ അധികാര പരിധികൾ നൽകപ്പെട്ടത് എന്നുള്ളതാണ് അതിൻ്റെ പരമാർത്ഥം. അതിൻ്റെ കാനോൻ 7 കൂടി വായിക്കുന്നതിന് നമുക്ക് മറ്റൊരു കാര്യം കൂടി മനസ്സിലാവും. കാനോൻ 7 കൂടി വായിക്കാം. ഇതാണ് കാനോൻ 6 നമ്മൾ വായിച്ചപ്പോൾ കാനോൻ 7 Since the custom and ancient traditions have prevailed that the bishop of Aelia എന്ന് പറഞ്ഞാൽ ജെറുസലേമിലെ ബിഷപ്പിനെ പേര്, ജെറുസലേമിൻ്റെ മറ്റൊരു അന്നുണ്ടായിരുന്ന പേരാണത്, AELIA, should be honored, let him saving its due dignity to the metropolis have the next place of honor. അപ്പോൾ ഇവിടെ ജെറുസലേമിലെ ബിഷപ്പിന് പ്രത്യേക പ്രിവിലേജ് കൊടുക്കണമെന്നുള്ള കാര്യമാണ് പറയുന്നത്. അതായത് ഒരു മെട്രോപോളിസിൻ്റെ പ്രിവിലേജ് അല്ല കൊടുക്കുന്നത്, ബട്ട് റാദർ അതിന് അതിൻ്റെ 2ാമത്തെ സ്ഥാനം കൊടുക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഏത് മെട്രോപോളിസാണ് പറയുന്നത്? ഇവിടെ പറയുന്ന മെട്രോപോളിസ് കൈസരിയയിലെ മെട്രോപോളിസാണ്. കൈസരിയ മെട്രോപൊളിറ്റൻ്റെ അധികാര പരിധിയുടെ കീഴിലായിരുന്നു അന്ന് ഈ പറയുന്ന യെരുശലേമിലെ ബിഷപ്പ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഏൻഷ്യൻ കസ്റ്റം, ആദ്യത്തെ ദ മദർ ഓഫ് ഓൾ ദ ചർച്ചസ് എന്നറിയപ്പെടുന്ന ജെറുസലേമാണ്. അതുകൊണ്ട് തന്നെ യെരുശലേമിന് അത്തരത്തിൽ ആ പ്രിവിലേജ് കൊടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. നെക്സ്റ്റ് ടു ദ മെട്രോപോളിസിൻ്റെ 2ാമത്തെ സ്ഥാനം, അതിന് ശേഷമുള്ള സ്ഥാനം എന്നുള്ള നിലയിൽ
ഇത്തരത്തിൽ ബിഷപ്പ് ഓഫ് യെറുശലേമിനെ കൂടി പരിഗണിക്കണമെന്നുള്ള കാര്യമാണ് ഇവിടെ ബേസിക്കലി പറയുന്നത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? അതായത് ബിഷപ്പ് ഓഫ് അലക്സാൻഡ്രിയ ഉണ്ട്, ബിഷപ്പ് ഓഫ് അന്ത്യോക്ക് ഉണ്ട്, അവർക്ക് റെസ്ട്രിയിലുള്ള പരിധികളുണ്ട്. മാത്രമല്ല അതിനപ്പുറം മറ്റ് മെട്രോപൊളിറ്റൻസ് ഉണ്ട്. അതിനകത്തിൽ പ്രധാനമായിട്ടുള്ളതാണ് ഈ പറയുന്ന കൈസരിയയും അതുപോലെ തന്നെ ആ കൈസരിയയ്ക്ക് അകത്തുപെടുന്ന ബിഷപ്പ് ഓഫ് ജെറുസലേമും ഒക്കെ എന്നുള്ളതാണ്. അന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെ. അത് പിന്നീട് പെൻറ്റാർക്കിയിലേക്കൊക്കെ വരുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കാര്യങ്ങൾക്ക് മാറ്റം വരുന്നുണ്ട്. ഇത് ആദിമ കാലഘട്ടത്തിൽ അന്ന് മുതലേ ഉണ്ടായിരുന്ന അതേ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നിക്കാ കാനോനിലെ വിഷയങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിക്കാ കാനോൻ അനുസരിച്ച് ഒരിക്കലും സഭ 3 4 ഒന്നും ഒരിക്കലും വിഭജിക്കപ്പെട്ടിട്ടില്ല. മാത്രമല്ല ബിഷപ്പ് ഓഫ് റോമിൻ്റെ കസ്റ്റമറി അനുസരിച്ച് അംഗീകാരം അനുസരിച്ച് ഈ അലക്സാൻഡ്രിയയിലും ബാക്കിയുള്ള സ്ഥലങ്ങളുടെയൊക്കെ ജൂറിസ്ഡിക്ഷൻ പരിധികളൊക്കെ അംഗീകരിക്കപ്പെട്ട് അല്ലെങ്കിൽ അവർക്ക് അത്തരത്തിൽ കാനോനികമായിട്ട് നൽകപ്പെടുകയാണ് ചെയ്തിരിക്കുന്നുള്ളതാണ് പരമാർത്ഥം. അപ്പോൾ നമുക്ക് നിക്കാ കൗൺസിലിൽ ഈ പറയുന്ന അന്ത്യോക്യ എന്ന് മാത്രമേ ഉള്ളൂ, ഈസ്റ്റ് എന്നൊരു കാര്യം പോലും അവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. പിന്നെ ഈസ്റ്റ് എവിടെ നിന്ന് കിട്ടി? ഓൾ ഓഫ് ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് കിട്ടി? അത് നമുക്ക് വീണ്ടും നമുക്ക് കാര്യങ്ങൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് കോൺസ്റ്റാന്റിനോപ്പിളിലെ കാനോനോട് നമുക്കൊന്ന് പരിശോധിക്കാം. രണ്ടാമത്തെ സാർവത്രിക കൗൺസിലായിട്ട് അംഗീകരിക്കപ്പെട്ട കോൺസ്റ്റാന്റിനോപ്പിൾ കൗൺസിലിൻ്റെ കാനോൻ 2 വായിക്കുന്നത്. The bishops are not to go beyond the diocese to church lying outside of their boundaries, nor bring confusion on the churches, but let the Bishop of Alexandria, according to the canons, alone administer the affairs of Egypt. അപ്പോൾ ഇവിടെ ബിഷപ്പ്മാർ അവരുടെ ഡയോസിസിൻ്റെ പരിധിക്ക് അപ്പുറം ഒരിക്കലും പോകാൻ പാടില്ല. ആ അധികാര പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ അവരുടെ പ്രവർത്തനം ആകാൻ പാടുള്ളൂ എന്നുള്ളതാണ് കാനോൻ 2 കൃത്യമായിട്ട് പറയുന്നത്. എന്നിട്ട് ആദ്യമേ പറയുകയാണ്, ലെറ്റ് ദ ബിഷപ്പ് ഓഫ് അലക്സാൻഡ്രിയ, അലക്സാൻഡ്രിയയിലെ ബിഷപ്പിന് അക്കോർഡിംഗ് ടു കാനോൺസ്, നേരത്തെ പറയുന്നത് കാനോൺസ്, അതായത് നിക്കിയ കാനോൺ അനുസരിച്ച് എലോൺ അഡ്മിനിസ്റ്റർ ദ അഫെയർസ് ഓഫ് ഈജിപ്റ്റിൻ്റെ, ഈജിപ്റ്റ്, ലിബിയ, പെൻഡപ്പോലിസ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്, അഫെയർസ് ഓഫ് ഈജിപ്റ്റ്. ആൻഡ് ലെറ്റ് ദി ബിഷപ്സ് ഓഫ് ദ ഈസ്റ്റ് മാനേജ് ഈസ്റ്റ് എലോൺ. അപ്പോൾ ആദ്യം അലക്സാൻഡ്രിയ ബിഷപ്പിൻ്റെ കാര്യം പറയുന്നു, പിന്നെ പറയുകയാണ് ഈസ്റ്റിലെ ബിഷപ്പ്മാരൊക്കെ ഈസ്റ്റിലെ കാര്യങ്ങൾ മാത്രം നോക്കണം എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് കേൾക്കണം, അത് കഴിഞ്ഞിട്ട് പറഞ്ഞിരിക്കുന്നത് ദ പ്രിവിലേജസ് ഓഫ് ദ ചർച്ച് ഇൻ അന്ത്യോക്ക് വിച്ച് ആർ മെൻഷൻഡ് ഇൻ ദ കാനോൺസ് ഓഫ് നൈസിയ ബീങ് പ്രിസർവ്ഡ് എന്ന് പറയുകയാണ്. അപ്പോൾ ഇവിടെ അന്ത്യോക്യയ്ക്ക് അവിടെയും ഈസ്റ്റ് പറഞ്ഞിട്ടില്ല. നമ്മൾ ആദ്യത്തെ കാനോനിൽ വായിച്ച് അവിടെ ഈസ്റ്റ് അന്ത്യോക്യയ്ക്ക് ഈസ്റ്റ് തീർത്തി കൊടുത്തതായിട്ട് അവിടെയും പറയുന്നില്ല, ഇവിടെയും പറയുന്നില്ല. ഇവിടെയും കാനോൻ 2 പറയുന്നത് എന്താണ്? കാനോൻ 2 പറയുന്നത് ആദ്യം അലക്സാൻഡ്രിയയിലെ ബിഷപ്പിന് ഈജിപ്റ്റും ആ പ്രദേശങ്ങളാണ് ഉള്ളത്, എന്നിട്ട് പറയുകയാണ് ഈസ്റ്റിലെ കാര്യങ്ങളൊക്കെ ഈസ്റ്റിലെ ബിഷപ്പ്മാർ നോക്കണമെന്ന് പറഞ്ഞിട്ട് അടുത്ത പറയുകയാണ് അന്ത്യോക്യയ്ക്ക് നേരത്തെ കൊടുത്തിരിക്കുന്ന പ്രിവിലേജ് അനുസരിച്ച് അവിടുത്തെ കാര്യങ്ങൾ അങ്ങനെ നടക്കണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അന്ത്യോക്യയ്ക്ക് ഇവിടെ ഈസ്റ്റ് പറയുന്നില്ല, മാത്രമല്ല ഈസ്റ്റിലെ ബിഷപ്പ്മാരെ പ്രത്യേകമായിട്ട് വേറെ പറയുന്നുമുണ്ട്. അതായത് ഈസ്റ്റിൽ വേറെ മെട്രോപൊളിറ്റൻസ് ഉണ്ടായിരുന്നു, അവർക്കൊക്കെ ആ അധികാര പരിധി അവരെ സംബന്ധിച്ചുള്ളതാണ്. അപ്പോൾ അവിടെ അന്ത്യോക്യയ്ക്ക് ഈസ്റ്റ് ഇവിടെയും എഴുതി കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ ബാക്കിയോട് നമുക്ക് വായിക്കാം. So the privileges of the church in Antioch which are mentioned in the canon of Nicaea being preserved, and let the bishops of the Asian diocese administer the Asian affairs only. പിന്നെ അടുത്ത പറയുവാണ് ഏഷ്യയിലെ എന്താണ് ഡയോസിസ് അഡ്മിനിസ്റ്റർ, എന്താ ഏഷ്യയിലെ ഡയോസിസുകൾ എന്താണ് ഏഷ്യയിലെ കാര്യങ്ങൾ മാത്രം നോക്കണം. ആൻഡ് ദ പോണ്ടിക് ബിഷപ്സ് ഓൺലി പോണ്ടിക് മാറ്റേഴ്സ്, പോണ്ടിക് ഏരിയയിലുള്ള ബിഷപ്പ്മാർ എന്ത് ചെയ്യണം? അവിടുത്തെ കാര്യങ്ങൾ മാത്രം നോക്കണം. ആൻഡ് ദ ത്രാഷ്യൻ ബിഷപ്സ് ഓൺലി ത്രാഷ്യൻ അഫേഴ്സ്. ഇതൊക്കെ ഈസ്റ്റിലെ ഭാഗങ്ങളാണ് കേട്ടോ. ലെറ്റ് നോട്ട് ബിഷപ്സ് ഗോ ബിയോണ്ട് ദ ഡയോസിസസ് ഫോർ ഓർഡിനേഷൻ ഓർ എനി അതർ എക്ലസിയാസ്റ്റിക്കൽ മിനിസ്ട്രേഷൻ അൺലെസ് ദേ ആർ ഇൻവൈറ്റഡ്. And the aforesaid canon concerning diocese being observed, it is evident that the synod of every province will administer the affairs of that particular province as was decreed at Nicaea. But the churches of God in heathen nations must be governed according to the customs which was prevailed from the times of the father. അപ്പോൾ ഇവിടെ വളരെ കൃത്യമായിട്ട് പറയുക എന്താണ്? അതായത് അന്ത്യോക്യയിലെ കാര്യം ബിഷപ്പ് അന്ത്യോക്യയിലെ കാര്യം നോക്കണം, അലക്സാൻഡ്രിയയിലെ ആൾ അലക്സാൻഡ്രിയ കാര്യം നോക്കണം, ഈസ്റ്റിലുള്ള ബിഷപ്പാർ അവരുടെ കാര്യം നോക്കണം, അതുപോലെ പോണ്ടിക്കിലുള്ളവർ അവരുടെ കാര്യം നോക്കണം, ത്രാൻസിയയിലുള്ള ബിഷപ്പ്മാർ അവിടുത്തെ കാര്യം നോക്കണം, അതുപോലെ തന്നെ പിന്നെ ബാക്കിയുള്ള അതുപോലെ മറ്റ് ഡയോസിസ് ഒക്കെ പറയുകയാണ്. എന്നിട്ട് പറയുകയാണ് ഇവിടെയൊക്കെ റീജിയണൽ സിനഡ് കൂടാനുള്ള അവകാശമുണ്ട്. അപ്പോൾ അവിടുത്തെ വിഷയങ്ങൾക്ക് റീജിയണൽ സിനഡൊക്കെ കൂടി അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുകയും ചെയ്യാം എന്നുള്ളതും അത്തരത്തിലുള്ള റീജിയണൽ സിനഡ് കൂടാനുള്ള അവകാശം അവിടെ കൊടുക്കുകയാണ്. പിന്നീട് പറയുകയാണ് the churches of God in heathen nations must be governed according to the custom which was prevailed from the times of the fathers.
മനസ്സിലായോ? അതായത് റോമാ സാമ്രാജ്യത്തിന് പുറത്തുള്ള, റോമാ സാമ്രാജ്യമാണ് ദൈവത്തിൻ്റെ സാമ്രാജ്യം, അതായത് ക്രിസ്ത്യൻ സാമ്രാജ്യത്തിന് പുറത്തുള്ളതൊക്കെ ഹീത്തൻ സാമ്രാജ്യങ്ങളാണ്. അപ്പോൾ റോമാ സാമ്രാജ്യത്തിന് പുറത്തുള്ള സാമ്രാജ്യങ്ങൾ, പുറത്തുള്ള നേഷൻസ്, ഹീത്തൻ നേഷൻസ്, അവിടെയൊക്കെ സഭകളുണ്ട്. അതായത് ഇങ്ങ് ഇന്ത്യ വരെ നമ്മുടെ തോമസ് ലീഹ സ്ഥാപിച്ചാണ് നമ്മുടെ ഇന്ത്യയിലെ സഭ. അപ്പോൾ ഇന്ത്യ മുതൽ പേർഷ്യയിലും ഇന്ത്യയിലും എവിടെയൊക്കെ, അതായത് റോമാ സാമ്രാജ്യത്തിന് അപ്പുറമുള്ള എല്ലാ നേഷൻസും, ഹീത്തൻ നേഷൻസ്, പേർഷ്യയിലും ഈ പറഞ്ഞ ചൈനയിലും ഇന്ത്യയിലും എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ എന്താണ്, ഏൻഷ്യൻ കസ്റ്റംസ് എങ്ങനെയായിരുന്നു അങ്ങനെ തന്നെ മുന്നോട്ട് പോകണം. അല്ലാതെ ഇവിടെയൊന്നും അന്ത്യോക്യയ്ക്ക് ഇന്ത്യയോ ചൈനയോ പേർഷ്യയോ ഒന്നും തീരെഴുതി കൊടുത്തിട്ടില്ല. മാത്രമല്ല പേർഷ്യയെ സംബന്ധിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, AD 250 മുതൽ സെൽഫ് ഗവേണിംഗ് ആയിട്ടുള്ളൊരു സഭ കൂടിയായിരുന്നു പേർഷ്യയിലുണ്ടായിരുന്ന സഭ. അതായത് അവർക്ക് സ്വന്തമേ മെട്രോപൊളിറ്റൻസ് ബാക്കിയുള്ള സഭകൾക്കുണ്ടല്ലോ എന്ന് നമ്മൾ ഓൾറെഡി വായിച്ചു. ഏത് കൈസറിലെ കാര്യം വായിച്ചു, പൊണ്ടിക്കിലെ കാര്യം വായിച്ചു, അതുപോലെ തന്നെ ത്രാൻസിലെ കാര്യം വായിച്ചു. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് മെട്രോപൊളിറ്റൻസ് ഉണ്ടായിരുന്നു. മെട്രോപൊളിറ്റൻസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണോ റോമൻ പ്രൊവിൻസസ്, ആ പ്രൊവിൻസസിൽ ഒരുപാട് മെട്രോപൊളിസുകളുണ്ട്. ഈ മെട്രോപൊളിസുകളിലൊക്കെ എന്താണ്, അവിടെ ഒരു മെട്രോപൊളിറ്റൻ കാണും. ആ മെട്രോപൊളിറ്റൻ്റെ കീഴിലായിരിക്കും ബാക്കിയുള്ള ബിഷപ്സ് ഉണ്ടായിരിക്കുക. ഇങ്ങനെയായിരുന്നു അന്നത്തെ സഭയുടെ അറേഞ്ച്മെൻറ്റ് എന്നുള്ളതാണ്. അപ്പോൾ ഇതിലൊക്കെ ഓവറോളായിട്ട് യൂണിവേഴ്സൽ ജൂറിസ്ഡിക്ഷൻ ഉള്ളത് ബിഷപ്പ് ഓഫ് റോമിന് മാത്രമാണ്. അതേസമയം ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും റീജിയണലായിട്ടുള്ള അധികാരപരിധിയാണ് ഉള്ളത്. അതായത് നിക്കിയ കൗൺസിലിന് വളരെ മുമ്പ് തന്നെ, അതായത് അപ്രോക്സിമേറ്റ്ലി AD 250 ആ ഒരു കാലയളവിൽ തന്നെ പേർഷ്യ സഭയ്ക്ക് സ്വന്തമായിട്ട് ബിഷപ്പ്മാരെ വാഴിക്കാനുള്ള സ്വയംഭരണാവകാശം ഉണ്ടായിരുന്നു. അവിടുത്തെ കാര്യങ്ങൾ അവർ തന്നെയായിരുന്നു നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്. അതിനു മുമ്പേ അവർ അന്ത്യോക്യയിലേക്കും അല്ലെങ്കിൽ കൈസരിയയിലേക്കും സിലിസിയയിലൊക്കെ അവിടെയൊക്കെ വിട്ടിട്ടായിരുന്നു അത്തരത്തിൽ ബിഷപ്പ്മാരെ വാഴിച്ചുകൊണ്ടിരുന്നത്. അത് വലിയൊരു പ്രശ്നമായി മാറി എന്നുള്ളത്. കാരണം ശത്രുരാജ്യത്തു നിന്നാണ് ഇവർ വരുന്നത്. അപ്പോൾ ഇവരെ ശത്രുക്കളുടെ സ്പൈസായിട്ടൊക്കെ കണ്ട് അവരെ കൊല ചെയ്യുകയും അങ്ങനെയൊക്കെ ഒരുപാട് വിഷയങ്ങൾ വന്നപ്പോഴാണ് അത്തരത്തിൽ അവർക്കൊരു അധികാരം അത്തരത്തിൽ നൽകപ്പെട്ടത്. അപ്പോൾ AD 250 മുമ്പ്, അപ്പോൾ ഇപ്പോൾ ഇവിടെ കാനോനിൽ പറയുകയാണ്, അതായത് ചർച്ചസ് ഓഫ് ഗോഡ് ഇൻ ഹീത്തൻ നേഷൻസ് മസ്റ്റ് ബി ഗവേൺഡ് അക്കോർഡിംഗ് ടു ദ കസ്റ്റം വിച്ച് ഇസ് പ്രിവെയിൽഡ് ഫ്രം ദ ടൈംസ് ഓഫ് ദ ഫാദർ എന്ന് പറയുമ്പോൾ അത് ഈ കാലഘട്ടത്തെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ഓൾറെഡി നിക്കിയ കൗൺസിലിനും ഈ രണ്ടാമത് വന്ന കോൺസ്റ്റാന്റിനോപ്പിൾ കൗൺസിലിൽ രണ്ടാമത്തെ കാനോൻ നമ്മൾ വായിച്ചത്. അപ്പോൾ ഇതിനൊക്കെ മുമ്പ് തന്നെ അവർക്ക് അത്തരത്തിലുള്ള സെൽഫ് ഗവേണിംഗ് ആയിട്ടുള്ള സ്ട്രക്ചർ ഉണ്ടായിരുന്നു. മാത്രമല്ല നിക്കിയ കൗൺസിലിലും 30 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ, അതായത് AD 300 മുമ്പ് തന്നെ പാപ്പാ ബാർ അഗായ് എന്നൊരു വ്യക്തിയെ അവിടുത്തെ ഒരു ബിഷപ്പായിരുന്നു അദ്ദേഹത്തെ അവരുടെ ഒരു ഗ്രാൻഡ് മെട്രോപൊളിറ്റൻ, നേരത്തെ മെട്രോപൊളിറ്റൻ പദവി AD 250 മുതലേ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, ഗ്രാൻഡ് മെട്രോപൊളിറ്റൻ എന്ന നിലയിൽ, കാത്തോലിക്കോസ് എന്ന നിലയിലേക്ക് അദ്ദേഹത്തെ വാഴിക്കപ്പെട്ടു എന്നുള്ള ചരിത്രം കൂടി അവർക്കുണ്ട്. അത് പേർഷ്യയിലെ മാത്രം ചരിത്രമല്ല, അതേപോലെ തന്നെ റോമൻ എംപയറിന് പുറത്തുണ്ടായിരുന്ന അർമേനിയയിലും അത്തരത്തിൽ കാത്തോലിക്കോസിനെ അവർ വാഴിച്ചു എന്നുള്ളതാണ്. അപ്പോൾ സഭയ്ക്ക് ഈ പറയുന്ന റോമൻ എംപയറിന് വെളിയിലോട്ടുള്ള കാര്യങ്ങൾ പോലും അത്തരത്തിൽ നിശ്ചയിക്കപ്പെടുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ചർച്ച് ഓഫ് ഈസ്റ്റുമായിട്ടുള്ള ബന്ധത്തിൽ, അല്ലെങ്കിൽ പേർഷ്യൻ സഭയുമായിട്ടുള്ള ബന്ധത്തിലാണ് ഭാരതസഭ ഉണ്ടായിരുന്നത് എന്നുള്ളത് ചരിത്ര യാഥാർത്ഥ്യമാണ്. അങ്ങനെ റോമാ സാമ്രാജ്യത്തിന് പുറത്തുള്ള നേഷൻസ് അവിടെയൊക്കെ എന്താണ്, നേരത്തെ ഉണ്ടായിരുന്ന അതേ കസ്റ്റംസ് തന്നെ തുടരട്ടെ എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അവിടെ ഈ പറഞ്ഞ പോലെ മെട്രോപൊളിറ്റൻസ് എന്നുള്ള നിലയിലും അല്ലെങ്കിൽ ഗ്രാൻഡ് മെട്രോപൊളിറ്റൻ അല്ലെങ്കിൽ ഒരു കാത്തോലിക്കോസ് എന്നുള്ള നിലയിലൊക്കെ ഉള്ള അധികാര പരിധികൾ നേരത്തെ നിശ്ചയിക്കപ്പെട്ടത് അങ്ങനെ തന്നെ തുടരട്ടെ എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അതുകൊണ്ട് ഒരിക്കലും അന്ത്യോക്യയ്ക്ക് ഈ കിഴക്ക് മുഴുവൻ തീരെടുത്ത് കൊടുത്തതെന്ന് പറയുന്നത് ഒരു മിഥ്യാധാരണയാണ്. നിഖ്യ കാനോനിൽ അങ്ങനൊരു കാര്യം പറയുന്നില്ല, അതുപോലെ തന്നെ കോൺസ്റ്റാന്റിനോപ്പിളിലെ കാനോനിൽ അങ്ങനൊരു കാര്യം പറയുന്നില്ല. അവിടെയൊക്കെ വ്യക്തമായിട്ട് പറയുന്നത് ഈ പറയുന്ന അന്ത്യോക്യയിലും അധികാരം ഉണ്ടായിരുന്നു, അലക്സാണ്ട്രിയയിൽ അവർക്കൊക്കെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള അവരുടേതായ ജൂറിസ്ഡിക്ഷൻസ് ഉണ്ടായിരുന്നു, അതേപോലെ ഈസ്റ്റിലുള്ള ബിഷപ്പ്മാർ വേറെ ഉണ്ടായിരുന്നു. അതിനും അപ്പുറം ഫാർ ഈസ്റ്റ് എന്ന് പറയുമ്പോൾ ഇന്ത്യ ചൈനയൊക്കെ വരുന്നത് എന്താണ്, ഹീത്തൻ നേഷൻസിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത്. അവിടെയൊക്കെ എന്താണോ കസ്റ്റംസ് ഉണ്ടായിരുന്നത് അങ്ങനെ തന്നെ പ്രിവെയിൽ ചെയ്യട്ടെ എന്നാണ് ഈ കാനോനുകളൊക്കെ പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന അബദ്ധധാരണകളൊക്കെ ലൈവിൽ ഓരോരുത്തർ പടച്ചുവിടുന്നത് ഇത് ചരിത്രത്തിൽ നിരക്കുന്നതല്ല, കാനോനികമായിട്ട് നിലനിൽക്കുന്നതല്ല. ഇതൊക്കെ മനുഷ്യരെ വെറുതെ പറഞ്ഞ് പറ്റിക്കുന്നതാണ്. അന്ത്യോക്യയ്ക്ക് ഇന്ത്യ മുഴുവൻ അധികാര പരിധിയുണ്ട് എന്നൊക്കെ പറയുന്നത് അങ്ങനൊരു കാര്യം സഭാചരിത്രത്തിൽ എങ്ങും രേഖപ്പെടുത്തിയിട്ടില്ലാത്ത കാര്യമാണെന്നുള്ളതാണ് പരമാർത്ഥം. അപ്പോൾ നമ്മൾ നിക്കിയ കൗൺസിലിൻ്റെ 6ാമത്തെ കാനോൻ, 7ാമത്തെ കാനോൻ, അതുപോലെ തന്നെ കോൺസ്റ്റാന്റിനോപ്പിൾ കൗൺസിലിലെ 2ാമത്തെ കാനോൻ, ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് പരിശോധിച്ചു.
ബാക്കിയുള്ള കാനോണിലൊക്കെ മറ്റ് വിഷയങ്ങളാണ് പ്രതിപാദിക്കുന്നത്. ഇനി നമുക്ക് വളരെ ശ്രദ്ധേയമായിട്ടുള്ള മറ്റൊരു കാനോൻ എഫെസോസിലെ 3-ാമത്തെ കൗൺസിൽ, എഫെസോസ് കൗൺസിലിലെ 8-ാമത്തെ കാനോനാണ്. ഞാൻ ആ കാനോൺ ഒന്ന് വായിക്കാം. അവിടെ പറഞ്ഞത് ഇങ്ങനെയാണ്: Our beloved Bishop Reginus, the beloved of God, and his fellow beloved of God bishops Zeno and Evagrius of the province of Cyprus have reported to us an innovation which has been introduced contrary to the ecclesiastical constitutions and the canons of the holy apostles, and which touches the liberties of all. Wherefore, since injuries affecting all require the more attention, as they cause the greater damage, in particular when they are transgressions of ancient custom, and since those excellent men who have petitioned the synod have told in writing and by word of mouth that the Bishop of Antioch has in this way held ordinations in Cyprus. Therefore the rulers of the holy churches in Cyprus shall enjoy without dispute or injury, according to the canons of the blessed fathers and ancient custom, the right of performing for themselves the ordinations of their excellent bishops. ഇവിടെ പറയുന്നത് വിഷയം എന്താ വെച്ചാൽ, അന്ത്യോക്യയിലെ ബിഷപ്പ് തൻ്റെ അധികാരപരിധി ലംഘിച്ചിട്ട് തൊട്ടടുത്ത് കിടക്കുന്ന സൈപ്രസ്, അതായത് ഏതാണ്ട് 300 കിലോമീറ്ററേ ഉള്ളൂ ബൈ സീ, തൊട്ടടുത്ത് കിടക്കുന്ന സൈപ്രസിൽ അവിടെ തെറ്റായിട്ട് അവിടെ സൈപ്രസിലെ മെട്രോപൊളിറ്റൻ്റെ അധികാര പരിധിയെ ലംഘിച്ചുകൊണ്ട് അവിടെ ബിഷപ്പ്മാരെ വാഴിക്കാൻ വേണ്ടി പോയി. അവിടുത്തെ ബിഷപ്പിനെ അറിയിക്കാതെ, അവിടെയുള്ള മെട്രോപൊളിറ്റനെ അറിയിക്കാതെ. അപ്പോൾ അതിനെതിരെ ഇവിടെ പരാതി വന്നിരിക്കുകയാണ്. അതായത് 3-ാമത്തെ സാർവത്രിക കൗൺസിൽ അതിനെതിരെ പരാതി വന്നിരിക്കുകയാണ്. അവിടെ വളരെ കൃത്യമായിട്ട് പറയുകയാണ്, പണ്ട് മുതലേ ഉള്ള കസ്റ്റംസ്, അത് ഏൻഷ്യൻ്റ് അപ്പോസ്റ്റൽസിൻ്റെ കാലം മുതലുള്ള കസ്റ്റമാണെന്നാണ് പറയുന്നത് ഇവിടെ. അപ്പോൾ ഈ കസ്റ്റംസ് തന്നെ അവിടെയും പ്രിവെയിൽ ചെയ്യണം. അവിടെ അന്ത്യോക്യയിലെ മെത്രാൻ അവിടെ കയറി കളിക്കരുത്, അവിടെ കയറി പണിയരുത് എന്നുള്ളതാണ് അവിടെ കൃത്യമായിട്ട് പറഞ്ഞു വെക്കുന്നത്. അതേസമയം അവർക്ക് എല്ലാ റൈറ്റ്സും, അവിടെ അവരുടെ നേരത്തെ തന്നെ ഉള്ള എല്ലാ പ്രിവിലേജസും റൈറ്റ്സും അവിടെ സൈപ്രസിലുണ്ട്, അവിടെ മെട്രോപൊളിറ്റനുണ്ട്, അവിടുത്തെ ബിഷപ്പ്മാർക്കുണ്ട് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഈ കാനോൻ വഴി എഴുതി വച്ചിരിക്കുകയാണ്. ഇത് തന്നെയാണ് ഞാൻ മുമ്പേ പറഞ്ഞത്. അതായത് ഈ പറയുന്ന അന്ത്യോക്യ അലക്സാണ്ട്രിയയുടെയും അല്ലെങ്കിൽ റോമിൻ്റെ ഒക്കെ പരിധിയിലെല്ലാം കൊണ്ടുവന്നു എന്നൊക്കെ പറയുന്ന പോലെ അല്ല കാര്യങ്ങൾ. അതായത് ഇവിടെ അന്ത്യോക്യയ്ക്കും അലക്സാണ്ട്രിയയ്ക്കും റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ജൂറിസ്ഡിക്ഷൻസ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോ മെട്രോപൊളിറ്റൻസിനും അവരുടേതായ പ്രൊവിൻസസിൽ അവരുടെ പ്രിവിലേജസ് ഉണ്ട്. അതിൽ ഇവർക്കാർക്കും, അതായത് അന്ത്യോക്യയിലെ മെത്രാനോ അല്ലെങ്കിൽ അലക്സാണ്ട്രിയ മെത്രാനോ ഒന്നും കൈകടത്താനായിട്ട് അവകാശമില്ല എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം, ബൈബിളിൽ തന്നെ നമ്മുടെ അപ്പോസ്റ്റലനായ പൗലോസ് ലീഹയാണ് ടൈറ്റസിനെ സൈപ്രസിൽ അവിടെ പ്രെസ്ബിറ്റേഴ്സിനെ, ബിഷപ്പ്മാരെ ഒക്കെ അവരോധിക്കാനായിട്ട് അദ്ദേഹത്തിന് അധികാരം കൊടുക്കുന്നത്. അങ്ങനെ ഓരോ പട്ടണം തോറും അവിടെ പറയുന്ന എപ്പിസ്കോപ്പോമാരെ നിയമിക്കാനായിട്ട് അദ്ദേഹത്തിന് അധികാരം കൊടുക്കുന്നത്. അങ്ങനെ സഭാചരിത്രം പറയുന്നത് പിന്നീട് ടൈറ്റസ് അവിടുത്തെ ഒരു ആർച്ച് ബിഷപ്പ് അല്ലെങ്കിൽ മെട്രോപൊളിറ്റൻ എന്നുള്ള നിലയിൽ അദ്ദേഹം അവിടെ കഴിഞ്ഞു എന്നുള്ളതാണ് സഭാചരിത്രം പറയുന്നത്. അപ്പോൾ അവിടെ പണ്ട് മുതലേ പ്രിവെയിൽ ചെയ്തതാണ്. അവിടെ അന്ത്യോക്യ മെത്രാൻ കയറിയിട്ട് കൈ കടത്താനായിട്ട് അദ്ദേഹത്തിന് അധികാര പരിധി അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അത് വളരെ കൃത്യമായിട്ട് ഈ കാനോൻ റീട്രേറ്റ് ചെയ്യുകയാണ്. അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിൽ തന്നെ പ്രിവെയിൽ ചെയ്തിരിക്കുന്ന കസ്റ്റമാണത് എന്നുള്ളതാണ് പറയുന്നത്. ചുരുക്കം പറഞ്ഞാൽ ഈ അന്ത്യോക്യയ്ക്ക് ഈ പറയുന്ന പോലെ ഈസ്റ്റ് മുഴുവൻ ഉണ്ട് എന്നൊക്കെ പറയുന്നതും, അല്ലെങ്കിൽ ഈ 3 പാട്രിയാർക്കേറ്റുകളായിട്ട് ഇതൊക്കെ നിജപ്പെടുത്തി എന്നൊക്കെ പറയുന്നതും വെറും കെട്ടുകഥയാണ്, വെറും മിഥ്യാധാരണയാണ്. അവിടെ സഭാചരിത്രത്തിൽ അലക്സാണ്ട്രിയയ്ക്കും അന്ത്യോക്യയ്ക്കും മറ്റ് മെട്രോപൊളിറ്റൻസിനും ഒക്കെ, അതുപോലെ തന്നെ ഹീത്തൻ നേഷൻസിലുള്ള സഭകൾക്കൊക്കെ അവരുടേതായ പ്രിവിലേജസ് ഉണ്ട്. അവിടെ ഒന്നും ഇവർക്കാർക്കും അലക്സാണ്ട്രിയയിലെ മെത്രാനോ അന്ത്യോക്യയിലെ മെത്രാനോ കൈ കടത്താനായിട്ട് യാതൊരു അവകാശവുമില്ല. അവർക്ക് അങ്ങനെ ജൂറിസ്ഡിക്ഷൻ സഭ ഒരിക്കലും കൊടുത്തിട്ടുമില്ല. അതേസമയം എല്ലാ സഭകളുടെ മേൽ യൂണിവേഴ്സൽ ജൂറിസ്ഡിക്ഷൻ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരേ ഒരു സഭ ചരിത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് റോമിലെ മെത്രാൻ മാത്രമാണ്, റോമിലെ സഭ മാത്രമായിരുന്നു. ഇഗ്നേഷ്യസ് ഓഫ് അന്ത്യോക്യ തന്നെ വളരെ കൃത്യമായിട്ട് റോമിലെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നത്, ദ ചർച്ച് ദാറ്റ് പ്രിസൈഡ്സ് ഇൻ ചാരിറ്റി. കത്തോലിക്ക സഭയുടെ, സാർവത്രിക സഭയുടെ അധ്യക്ഷത അത് റോമിലെ സഭയ്ക്കാണെന്നുള്ളത് വളരെ കൃത്യമായിട്ട് ആദ്യം മുതലേ ഉള്ള സഭയുടെ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. അത്തരത്തിൽ അധികാരപരിധിയിൽക്കപ്പുറം കടന്നിട്ട് എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ളതും അല്ലെങ്കിൽ കാനോനികമായിട്ട് കാര്യങ്ങൾ സ്ഥാപിച്ചിട്ടുള്ളതും ഒക്കെ റോമിലെ മാർപ്പാപ്പ മാത്രമാണ് സഭാചരിത്രത്തിൽ. അതിനപ്പുറം ഇവർക്കാർക്കും ഒരു പാട്രിയാർക്കിനെ അത്തരത്തിൽ ഡിപ്പോസ് ചെയ്യാനായാലും ഇത്തരത്തിൽ കാനോനിക നിയമങ്ങളൊക്കെ എക്സേർട്ട് ചെയ്യുന്ന കാര്യത്തിലായാലും അല്ലെങ്കിൽ ദൈവശാസ്ത്രപരമായിട്ടുള്ള തീർപ്പുകൾ കൽപ്പിക്കുന്ന കാര്യത്തിലായാലും ആരെയും ഡിപ്പോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ റീഇൻസ്റ്റേറ്റ് ചെയ്യുന്ന കാര്യത്തിലായാലും ഒക്കെ
എല്ലാ കാലഘട്ടത്തിലും യൂണിവേഴ്സൽ ജൂറിസ്ഡിക്ഷൻ ഉള്ളത് റോമിലെ മാർപ്പാപ്പയ്ക്ക് മാത്രമായിരുന്നു. അതേപ്പറ്റി വളരെ വിശദമായിട്ട് ആദിമ ചരിത്രത്തിൽ തൊട്ട് 1-ാം നൂറ്റാണ്ട് മുതലുള്ള ചരിത്ര തെളിവുകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അടുത്ത വീഡിയോ വരാൻ പോകുന്നത്. ചുരുക്കം പറഞ്ഞാൽ അന്ത്യോക്യയും കിഴക്കൊക്കെയും എന്ന് പറയുമ്പോൾ ചിലർ കളിയാക്കി പറയാറുണ്ട്, അന്ത്യോക്യയും കിഴക്കേ കൊക്കയെന്ന് പറയാറുണ്ട്. അങ്ങനെ ഒരു കൊക്ക അവിടെ ഉണ്ടായിരുന്നു എന്ന്. അപ്പം മറ്റുള്ളവർ പറയാറുണ്ട് അന്ത്യോക്യം കിഴക്കിലുള്ള കൊക്ക എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ളവർ പറയാറുണ്ട് അന്ത്യോക്യ മാത്രമേ ഉള്ളൂ, ബാക്കി ഒരു കിഴങ്ങുമില്ല എന്നും പറയാറുണ്ട്. അപ്പോൾ ഇതൊക്കെ സത്യം പറഞ്ഞാൽ കറക്റ്റാണ്. കളിയാക്കി പറയുന്നതായാലും അതിനകത്തിൽ കാര്യമുണ്ട്. കാരണം അന്ത്യോക്യയും കിഴക്കൊക്കെയും ഓൾ ഓഫ് ഈസ്റ്റ് എന്നൊരു കാര്യം ഒരു കാനോനിലും ഇല്ല. നിക്കാ കാനോനിലില്ല, അതുപോലെ തന്നെ കോൺസ്റ്റന്റിനോപ്പിളിലെ കാനോൺസിലില്ല, അതുപോലെ തന്നെ എഫെസോസിലെ കാനോനിലും ഇല്ല. മാത്രമല്ല ഇവർക്കൊക്കെ വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ജൂറിസ്ഡിക്ഷൻസ് മാത്രമേ ഉള്ളൂ എന്നുള്ളത് അതിൻ്റെ യാഥാർത്ഥ്യം. പിന്നെ എവിടെ നിന്ന് കിട്ടി ഈ കിഴക്കൊക്കെയും ഓൾ ഓഫ് ദി ഈസ്റ്റ് എന്നുള്ളത് എവിടെ നിന്ന് ഇവർക്ക് കിട്ടി? ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ഇത് ഒരു സഭ മാത്രം പറയുന്ന ഒരു കാര്യമല്ല. ഇത് 5 അന്ത്യോക്യ ലീനിയേജും സക്സഷനൊക്കെ ക്ലെയിം ചെയ്യുന്ന സഭകൾ 5 സഭകൾ ഇത് പറയുന്നുണ്ട്. മനസ്സിലായി? അതായത് ഗ്രീക്ക് അന്ത്യോക്യ പാട്രിയാർക്കേറ്റ് അവരും ഓൾ ഓഫ് ദി ഈസ്റ്റ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ മെറോനൈറ്റ്സും അവർ പറയുന്നുണ്ട്, മെൽക്കൈറ്റ്സും പറയുന്നുണ്ട്, അതുപോലെ തന്നെ യാക്കോബായ സഭയും പറയുന്നുണ്ട്, സിറിയാക് കാത്തലിക് സഭയും പറയുന്നുണ്ട്. എല്ലാ സഭകളും അവരുടെ കൂടെ ഈ സാധനം ഓൾ ഓഫ് ദി ഈസ്റ്റ് ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇത് എവിടെ നിന്ന് കിട്ടി? അതാണ് നമ്മൾ ഇനി അടുത്ത് നോക്കാൻ പോകുന്നത്. എവിടെ നിന്നാണ് ഈ സാധനം കിട്ടിയത്? ഈ ഓൾ ഓഫ് ഈസ്റ്റ് എന്നുള്ള നിയമപരിധി എവിടെ നിന്ന് കിട്ടി എന്നുള്ളതാണ് നമ്മൾ അടുത്ത് ചർച്ച ചെയ്യാൻ പോകുന്നത്. നമ്മൾ കോൺസ്റ്റന്റിനോപ്പിൾ കാനോൻ 2 വളരെ കൃത്യമായിട്ട് കണ്ടു. ഏഷ്യയിലുള്ളവരൊക്കെ ഏഷ്യയിലെ കാര്യം നോക്കട്ടെ, അവിടെയുള്ള ബിഷപ്സ് മെട്രോപൊളിറ്റൻസ് അവിടുത്തെ കാര്യം നോക്കും. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഹീത്തൻ നേഷൻസ് ഉണ്ടോ അവിടെയൊക്കെ നേരത്തെയുള്ള അറേഞ്ച്മെൻറ്റ്സ് അങ്ങനെ നടക്കട്ടെ. അതുപോലെ ഈസ്റ്റിലുള്ള ബിഷപ്പ്മാർ പർട്ടിക്കുലർലി ഈസ്റ്റിലെ കാര്യങ്ങൾ നോക്കട്ടെ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അന്ത്യോക്യയിലെ കാര്യം, അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ അന്ത്യോക്യയിൽ ഈ പറയുന്ന ഓൾ ഓഫ് ഈസ്റ്റോ അല്ലെങ്കിൽ ഈസ്റ്റോ എന്നുള്ളത് അന്ന് പെട്ടിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. മാത്രമല്ല ഏഷ്യയും അവിടെ പെട്ടിട്ടില്ലെന്ന് വ്യക്തമാണ്. മാത്രമല്ല ഹീത്തൻ നേഷൻസ് എന്ന് പറഞ്ഞാൽ പേർഷ്യ, ഇന്ത്യ ഉള്ള നേഷൻസ് ഒന്നും അതിൽ പെടുന്നില്ല എന്നുള്ളതും ഈ നിക്ക അല്ലെങ്കിൽ കോൺസ്റ്റന്റിനോപ്പിൾ 2 കാനോനൊക്കെ അനുസരിച്ച് വളരെ കൃത്യമാണ്, സുവ്യക്തമാണ്. അതിനകത്തിൽ ഒരു സംശയത്തിൻ്റെയും ആവശ്യമില്ല എന്നുള്ളതാണ്. അപ്പം എവിടെ നിന്നാണ് ഈ ഒരു ഓൾ ഓഫ് ഈസ്റ്റ് വന്നതെന്നുള്ളതാണല്ലോ നമുക്ക് ചിന്തിക്കേണ്ടത്. ചുരുക്കം പറഞ്ഞാൽ ആദിമസഭയിൽ അങ്ങനൊരു പ്രൊവിഷൻ ഉണ്ടായിരുന്നില്ല. അന്ത്യോക്യയ്ക്ക് അത്തരത്തിലൊരു വൈഡർ ജൂറിസ്ഡിക്ഷൻ ഉണ്ടായിരുന്നില്ല. നിക്ക കൗൺസിലിൽ ഉണ്ടായിരുന്നില്ല. എഫെസോസിലെ കൗൺസിൽ ഉണ്ടായിരുന്നതിന് മുമ്പേ കോൺസ്റ്റന്റിനോപ്പിൾ കൗൺസിലും ഉണ്ടായിരുന്നില്ല. പിന്നെ എപ്പോഴാണ് ഇത് വന്നത്? ആദ്യമായിട്ട് സഭയുടെ ചരിത്രത്തിൽ അത്തരത്തിലൊരു നിർവചനം അല്ലെങ്കിൽ ഒരു പെൻറ്റാർക്കി എന്നുള്ള നിലയിലൊക്കെ ഒരു നിർവചനം ഉണ്ടാകുന്ന സഭാരേഖകളിലല്ല, മറിച്ച് ജസ്റ്റീനിയൻ ചക്രവർത്തിയുടെ ചില എഡിക്റ്റുകളിൽ ഇത്തരത്തിലുള്ള വിശകലനങ്ങൾ നമുക്ക് ആദ്യമായിട്ട് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. ജസ്റ്റീനിയൻ ചക്രവർത്തിയുടെ ചില റൈറ്റിങ്സിലാണ്, അദ്ദേഹത്തിൻ്റെ ചില രേഖകളിൽ അത്തരത്തിലുള്ള പെൻറ്റാർക്കി കൃത്യമായിട്ട് പറയുന്നില്ലെങ്കിലും പെൻറ്റാർക്കി പോലുള്ള നിർവചനങ്ങൾ അത് നമ്മൾ കാണുന്നുണ്ട്. അതായത് സഭ ഒരിക്കലും പറഞ്ഞിട്ടില്ലാത്ത അല്ലെങ്കിൽ സഭാപരമായിട്ട് എക്ലസിയാസ്റ്റിക്കലി ഒരിക്കലും നിർവചിച്ചിട്ടില്ലാത്ത, കാനോനികമായിട്ട് എഴുതപ്പെട്ടിട്ടില്ലാത്ത കാര്യങ്ങൾ ജസ്റ്റീനിയൻ ചക്രവർത്തിയുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് പിന്നീട് പെൻറ്റാർക്കി എന്നുള്ള നിലയിലേക്ക് ആൾക്കാർ പറയാനും വളരെ പിൽക്കാലത്തിൽ അത് അങ്ങനെ ആയിരുന്നു എന്നൊക്കെ സമർത്ഥിക്കാനൊക്കെ കാരണമായി തീർന്നു എന്നുള്ളതാണ്. എവഗ്രിയസ് സൊളാസ്റ്റിക്കാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചർച്ച് ഹിസ്റ്ററി രേഖയുണ്ട്. അത് പ്രത്യേകിച്ച് ആ ഒരു കാലഘട്ടത്തിൽ, അതായത് സെവറിയോസിൻ്റെയൊക്കെ ആ ഒരു കാലഘട്ടത്തിൽ എഴുതപ്പെട്ട ഒരു സഭാചരിത്രമാണ്. അന്നത്തെ കാൽസിഡോണിയൻ വിഭാഗത്തിൽ എഴുതപ്പെട്ട സഭാചരിത്രമാണ്. ആ കാലഘട്ടത്തിൽ ഉള്ള സഭാചരിത്രത്തിലും ഈ പറയുന്ന ഒരു ഓൾ ഓഫ് ഈസ്റ്റ്, അവിടെയാണ് ആദ്യമായിട്ട് ഓൾ ഓഫ് ഈസ്റ്റ് എന്നൊരു കാര്യം സഭാചരിത്രത്തിൽ വരുന്നത് തന്നെ, അന്ത്യോക്യയും ഓൾ ഓഫ് ഈസ്റ്റ് എന്നുള്ളത്. അപ്പോൾ തന്നെ ഓൾറെഡി കാൽസിഡോൺ സംഭവിച്ചു. ശേഷം സെവറിയോസിൻ്റെ കാലഘട്ടത്തിനും ശേഷം ആ ഒരു സ്കിസം ഓൾറെഡി നടന്നു. അപ്പോൾ ആ ഒരു സ്കിസം നടന്നതിന് ശേഷം ഉള്ള ചരിത്രത്തിലാണ് കാൽസിഡോൺ പക്ഷത്ത് നിന്നും ഇത്തരത്തിലുള്ള അന്ത്യോക്യ എന്നും ഓൾ ഓഫ് ഈസ്റ്റ് എന്നും ഒക്കെ ചേർത്ത് ആദ്യമായിട്ട് സഭാചരിത്രത്തിൽ എഴുതപ്പെട്ട് കാണുന്നത്. ബാക്കി എവിടെയും അങ്ങനൊരു ചരിത്രം ഇല്ലാതിരിക്കെ അത് ഈ ജസ്റ്റീനിയൻ ചക്രവർത്തിയുടെ ചില രേഖകളെ അധികരിച്ചിട്ട് പിന്നീട് എഴുതപ്പെട്ട, അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു കൾമിനേഷൻ എന്നുള്ള നിലയിൽ പിന്നീട് വന്ന ചില റൈറ്റിങ്സിൽ അവർ അഡോപ്റ്റ് ചെയ്ത, അല്ലെങ്കിൽ അന്നത്തെ കുറേ പുസ്തകങ്ങളിൽ സഭാചരിത്ര രേഖകളിലൊക്കെയാണ്. ഇതൊരിക്കലും കാനോനികമായിട്ടോ സഭാപരമായിട്ടോ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ജൂറിസ്ഡിക്ഷൻ ആയിരുന്നില്ല.
ഒരു പാട്രിയാർക്കേറ്റ് എന്നുള്ള നിലയിൽ, അതായത് ജസ്റ്റീനിയൻ തന്നെ ആ വിഷയത്തെപ്പറ്റി പറയുന്നുണ്ട്. പാട്രിയാർക്ക് എന്നുള്ള പദവി തന്നെ പറയുന്നത് ജസ്റ്റീനിയനാണ് ചരിത്രത്തിൽ ആദ്യമായിട്ട്. അപ്പോൾ ജസ്റ്റീനിയൻ്റെ റൈറ്റിങ്സിലാണ് അത് ആദ്യമായിട്ട് നമ്മൾ കാണുന്നത്. അതിനു മുമ്പ് വരെ പാത്രിക്കീസ് അല്ലെങ്കിൽ ഇവിടെ 4 പാത്രിക്കീസ്മാർ 5 പാത്രിക്കീസ്മാർ ഇങ്ങനൊരു കാര്യമൊന്നും നേരത്തെ ഉണ്ടായിരുന്നില്ല. എല്ലാവരും ബിഷപ്സ് എന്ന് അറിയപ്പെടുന്നത് ബേസിക്കലി. അപ്പം അല്ലെങ്കിൽ മെട്രോപൊളിറ്റൻ എന്നുള്ള നിലയിലാണ്, അല്ലെങ്കിൽ ആർച്ച് ബിഷപ്പ് എന്നൊക്കെ പറയുന്നുണ്ട്. ആർച്ച് ബിഷപ്പ് ഓഫ് അലക്സാൻഡ്രിയ, ആർച്ച് ബിഷപ്പ് ഓഫ് കോൺസ്റ്റന്റിനോപ്പിൾ എന്നൊക്കെയാണ് എഫെസോസ് രേഖയിൽ ഇപ്പോഴും പറയുന്നത്. അപ്പം മെട്രോപൊളിറ്റൻ, ആർച്ച് ബിഷപ്പ്, ആ ഒരു നിലയ്ക്കപ്പുറം പാട്രിയാർക്കേറ്റ് അല്ലെങ്കിൽ പാട്രിയാർക്ക് എന്നൊക്കെയുള്ള വാക്കുകളൊക്കെ വളരെ പിൽക്കാലത്ത് ഉപയോഗിച്ചത് അത് ആദ്യമായിട്ട് ജസ്റ്റീനിയൻ്റെ രേഖകളൊക്കെ കാണുന്നുണ്ട്. അങ്ങനെ ഈ അന്ത്യോക്യയെയും അലക്സാൻഡ്രിയയും അതുപോലെ തന്നെ കോൺസ്റ്റന്റിനോപ്പിളിലെയും ഒക്കെ അത്തരത്തിൽ പാട്രിയാർക്ക് എന്ന് അവിടുത്തെയുള്ള ബിഷപ്പ്മാരെ വിളിച്ചതായിട്ട് ആദ്യം നമ്മളവിടെ കാണുന്നത്. അപ്പോൾ ഈ രേഖകളൊക്കെ അധികരിച്ച് പിന്നീട് വന്ന ചരിത്ര രേഖകളിലൊക്കെ എവഗ്രിയ സൊലാസ്റ്റിക്കാസിലൊക്കെ ഈ വിഷയം കാണുകയും അവിടെ അന്ത്യോക്യ ആൻഡ് ഓൾ ഓഫ് ഈസ്റ്റ്. അപ്പം ഇതൊരു എക്ലിസിയാസ്റ്റിക്കൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. അതായത് പാട്രിയാർക്കൽ പദവിയിലേക്ക് ചില ബിഷപ്പ്മാരെ മാത്രം അംഗീകരിക്കുന്നുണ്ട്, ബാക്കിയുള്ള മെട്രോപൊളിറ്റൻസിന് അല്ലെങ്കിൽ ബാക്കിയുള്ള ആർച്ച് ബിഷപ്സിന് ആ നിലയിലുള്ളവരെയൊക്കെ അതിന് തൊട്ട് താഴെ ലെവലിലേക്ക് റാങ്കിങ്ങിലേക്ക് അവർ മാറുന്നു എന്നുള്ളതാണ്. ഓൾറെഡി റാങ്കിങ് വാസ് ഓൾറെഡി ദെയർ. പക്ഷേ ഈ ഇത്തരത്തിൽ പാട്രിയാർക്കൽ റാങ്കിങ്ങിലേക്ക് കൊണ്ടുവരുന്നുണ്ട് ബാക്കിയുള്ള അവരുടെ പരിധിയിൽ. അപ്പോൾ ഈസ്റ്റ് എന്ന് പറയുമ്പോൾ നേരത്തെ കോൺസ്റ്റന്റിനോപ്പിൾ കാനോൺ 2 പറയുന്ന ഈസ്റ്റിലെ ബിഷപ്പ്മാർ ഈസ്റ്റിലെ കാര്യം നോക്കട്ടെ, ഏഷ്യയിലുള്ളവർ ഏഷ്യയിലെ കാര്യം നോക്കട്ടെ എന്ന് പറയുമ്പോൾ ഇവിടെ പിന്നീട് കാൽസഡോൺ കൗൺസിലിലെ ശേഷം വന്ന ഡെഫിനിഷൻസിലൊക്കെ ഈ പാട്രിയാർക്കേറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ്, അവിടെ അവർക്ക് ആ ചുറ്റും അവരുടെ പരിധിയിലുള്ളതൊക്കെ, അതായത് ഈസ്റ്റേൺ ഡയോസിസ് ഓഫ് റോമൻ എംപയർ എന്നാണ് ബേസിക്കലി പറയുന്നത്. ഈസ്റ്റേൺ ഡയോസിസ്, അപ്പം അന്ത്യോക്ക് മാത്രമല്ല ഈസ്റ്റേൺ ഡയോസിസും അവിടെയൊക്കെ ഉണ്ടായിരുന്ന മെട്രോപൊളിറ്റൻസൊക്കെ ഇവരുടെ അധികാര പരിധിയിലേക്ക് കീഴിലേക്ക് അംഗീകരിക്കപ്പെട്ട് വന്നു എന്നുള്ളതാണ്. അത് പ്രത്യേകമായിട്ട് കാനോനൊന്നുമില്ല, പക്ഷേ അത് അംഗീകരിക്കപ്പെട്ട് വന്നു എന്നുള്ളതാണ്. പിന്നീട് അത് കൺഫർമേറ്ററി ആയിട്ട് അങ്ങ് സഭയുടെ ഒരു കസ്റ്റം എന്നുള്ള നിലയിൽ പിന്നീട് അംഗീകരിച്ച് പോവുകയാണ്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ആ പാട്രിയാർക്ക് എന്നുള്ള പദവി വന്നതുപോലെ തന്നെ അതൊരു റാങ്കിങ്, നേരത്തെ ഉണ്ടായിരുന്ന റാങ്കിങ്ങിന് കുറച്ചുകൂടി വിപുലപ്പെടുത്തിയുള്ള നിലയിൽ ബാക്കിയുള്ള മെട്രോപൊളിറ്റൻസിൻ്റെ ഇവരുടെ അധികാര പരിധിയുടെ കീഴിലേക്ക് കൊണ്ടുവന്നു എന്നുള്ള നിലയിലേക്ക് ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ബേസിക്കലി ഉണ്ടാകുന്നത്. അത് പിന്നീട് അപ്ഹോൾഡ് ചെയ്യപ്പെട്ടു. ബാക്കി അത്തരത്തിൽ ഇവർ പ്രമുഖരായിട്ടുള്ള പ്രധാനപ്പെട്ട ഈ ആദ്യത്തെ റാങ്കിങ് ഉണ്ടല്ലോ, റാങ്കിങ്ങിൽ ഈ ഇവരുടെ പരിധിക്കപ്പുറം കടക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ്, ഇവിടെ ഡയസിസ് ഓഫ് ഈസ്റ്റിൻ്റെ പരിധി മൊത്തം ഇവർക്ക് തത്വത്തിൽ അംഗീകരിച്ച് കൊടുക്കുകയാണ് പിന്നീട് ചെയ്യുന്നത്. ഡയസിസ് ഓഫ് ഈസ്റ്റ് എന്ന് പറയുമ്പോൾ അന്ത്യോക്യയും ആൻഡ് ഓൾ ദി ഈസ്റ്റിന് ഉദ്ദേശിക്കുന്ന ഡയസിസ് ഓഫ് ഈസ്റ്റ് ആണ്. റോമൻ ഡയസിസ് ഓഫ് ഈസ്റ്റ് ബേസിക്കലി ഉദ്ദേശിക്കുന്നത് അത് ഏതൊക്കെയാണെന്ന് ഞാൻ പറയാൻ പോകുന്നത്. ഒന്ന് സിറിയ, പ്രൈമാന്നും സെക്കൻഡാന്നുള്ള 2 റീജിയനായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ആ 2 സിറിയയുടെ ഭൂപ്രദേശങ്ങൾ മുഴുവനും, അതുപോലെ തന്നെ ഹൈറപ്പോലീസ് വരുന്നുണ്ട്, എഡേസ വരുന്നുണ്ട്, റോമൻ മെസപ്പൊട്ടോമിയ ലോവർ മെസപ്പൊട്ടോമിയ ഏരിയയാണ് ആ ഭാഗം വരുന്നുണ്ട്. ഫിനീഷ്യ അതിന് 2 ഭാഗങ്ങളായിട്ട് 1 and 2 വിഭജിക്കുന്നുണ്ട്. അതായത് ടൈറും പിന്നെ അതുപോലെ ഡമാസ്കസും ഒക്കെ ചേരുന്ന മേഖലകളാണ് ഇതൊക്കെ. അതുപോലെ തന്നെ പലസ്തീനിയൻ ഭൂപ്രദേശങ്ങൾ, അത് ഞാൻ പറയുന്നത് കൈസേരിയ അവിടെ ഓൾറെഡി ഒരു മെട്രോപൊളിറ്റൻ ആണ്. ആ മെട്രോപൊളിറ്റൻ്റെ കീഴിലായിരുന്നു ഈ യെരുശലേം വന്നിരുന്നത്. പക്ഷേ മെട്രോപൊളിറ്റന് തുല്യമായ സ്ഥാനം അല്ലെങ്കിൽ സെക്കൻഡ് ടു മെട്രോപൊളിറ്റൻ അതേ പദവി യെരുശലേമിന് കൊടുത്തതായിട്ടാണ് പിന്നീട് കാണുന്നത്. പക്ഷേ യെരുശലേമിനെ പാട്രിക്കേറ്റിനെ പിന്നീട് പാട്രിക്കേറ്റ് എന്ന നിലയിലേക്ക് പിന്നീട് ഞാൻ പറഞ്ഞില്ല ഈ പെൻറ്റാർക്കിയിൽ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൈസേരിയ വാസ് ഡിമോട്ടഡ് എന്ന് നമുക്ക് പറയാൻ പറ്റും. കൈസേരിയയും ഇതിൻ്റെ ഭാഗമായിട്ട് വന്നു എന്നുള്ളതാണ് പിന്നീട്. കാരണം അറേബ്യൻ പ്രൊവിൻസിൻ്റെ ഭാഗമായിട്ടുണ്ട്, ബോസ്ട്ര ഒക്കെ അതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. പിന്നെ സിലിസിയൻ, അതുപോലെ തന്നെ അനറ്റോളിയാണ് പ്രധാനമായിട്ട് ഈസ്റ്റ് എന്ന് പറയുമ്പോൾ അനറ്റോളിയ ഭൂപ്രദേശങ്ങളാണ്. അപ്പം തർസസ്, പിന്നെ നമ്മൾ കാണുന്ന കിലിക്കിയ ഭൂപ്രദേശം, അതുപോലെ കിലിക്കിയ മാത്രമല്ല അനറ്റോളിയ ആ ഭാഗങ്ങളൊക്കെ അതിനകത്ത് ഇൻക്ലൂഡ് ആയിട്ട് പിന്നീട് നമ്മൾ മനസ്സിലാക്കണം. നേരത്തെ ഇതൊക്കെ മെട്രോപൊളിറ്റൻസ് ആയിരുന്നു, അവരുടെ തരം തന്നെ ഭരണമായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. പിന്നീട് പാട്രിയാർക്കേറ്റ് എന്നൊരു നിലയിലേക്കുള്ള അംഗീകാരം വന്നപ്പോൾ എന്താണ്, ആ ഒരു ലാർജർ വൈഡർ ജൂറിസ്ഡിക്ഷൻ്റെ കീഴിലേക്ക് ഈ പ്രദേശങ്ങളൊക്കെ വന്നു എന്നുള്ളതാണ്. അവിടെ കിലിക്കിയയിലും പിന്നെ അതുപോലെ തന്നെ അനറ്റോളിയൻ ഭൂപ്രദേശങ്ങളൊക്കെ അതിലേക്ക് വരികയാണ്. ചുരുക്കം പറഞ്ഞാൽ വിതിൻ ദ റോമൻ എംപയർ ഈ പറയുന്ന ഈസ്റ്റ് ഏരിയയാണ് ബേസിക്കലി ഈ പറയുന്ന അന്ത്യോക്യൻ ഓൾ ദി ഈസ്റ്റ് എന്ന് പിന്നീട് വളരെ പിന്നീട്, അതായത് കാൽസഡോൺ കൗൺസിലിനും ശേഷം നിർവചിക്കപ്പെട്ട അല്ലെങ്കിൽ പിന്നീട് ചരിത്രപരമായി അംഗീകരിച്ച അത്തരത്തിലുള്ള അംഗീകാരത്തിലേക്ക് പിന്നീട് വന്ന ഭൂപ്രദേശങ്ങളെയാണ് ഇവിടെ ബേസിക്കലി ആൻഡ് ഓൾ ദി ഈസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതിനകത്തിൽ ഒരിക്കലും പേർഷ്യ പെടുന്നില്ല, സെലൂക്കിയ ടെസിഫോണും അതൊന്നും പെടുന്നില്ല, ഇന്ത്യ വരുന്നില്ല, അതിനകത്തിൽ സെൻട്രൽ ഏഷ്യ വരുന്നില്ല, ചൈന വരുന്നില്ല, എത്യോപ്യ വരുന്നില്ല, അറേബ്യൻ ഫെലിക്സ് യമൻ ആ ഭൂപ്രദേശമൊന്നും വരുന്നില്ല. അതുപോലെ തന്നെ എനി ചർച്ച് ബിയോണ്ട് റോമൻ ബോർഡേഴ്സ് ഒന്നും ഇതിനകത്തിൽ ഒരു കാലത്തും ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ പരമാർത്ഥം. ഇനി നിങ്ങൾ
ഈ 5 അന്ത്യോക്യ സഭകളാണ് ബേസിക്കലി ഉള്ളത്. അന്ത്യോക്യൻ ലീനേജും സക്സഷനും ഒക്കെ ക്ലെയിം ചെയ്യുന്ന സഭകൾ. അതിനകത്തിൽ യാക്കോബയ സഭ ഒഴിച്ച് ഒരു സഭയും ഇത്തരത്തിൽ ഇന്ത്യ വരെ ഞങ്ങൾക്ക് അധികാരപരിധി ഉണ്ടായിരുന്നു എന്നൊരു വാദം അവർ ഉന്നയിക്കുന്നുണ്ട്. അവർക്കൊക്കെ അന്ത്യോക്ക് ആൻഡ് ഓൾ ഓഫ് ഈസ്റ്റ് എന്നൊരു ക്ലെയിം അവർക്കുണ്ട്. പക്ഷേ അവർ ഈ ഓൾ ഓഫ് ഈസ്റ്റ് ഉദ്ദേശിക്കുന്നത് ഈ റോമൻ ഡയസിസ് ഓഫ് ഈസ്റ്റ് ആണ് ബേസിക്കലി ഉദ്ദേശിക്കുന്നത്. അവരുടെയൊക്കെ ജൂറിസ്ഡിക്ഷൻ ഈ ഭാഗങ്ങളിലാണ് പ്രധാനമായിട്ടും ഉള്ളത്, അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത്. അത് ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയുടെ കാര്യമായിക്കോട്ടെ, കാത്തലിക് സഭകളുടെ കാര്യമായിക്കോട്ടെ. അതേസമയം അതിൽ നിന്നും വേറിട്ട് ഓറിയൻ്റൽ സഭയുടെ ഭാഗമായിട്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഓറിയൻ്റൽസ് എന്നുള്ള ഗ്രൂപ്പ് തന്നെ പിന്നീട് 1964 വരുന്നത്. അതുവരെ അത്തരത്തിലൊരു ഒരു ഒരു കൂട്ടായ്മ ഒന്നും ഉണ്ടായിരുന്നില്ല. അത് വളരെ പിൽക്കാലത്ത് കൊണ്ടുവന്ന ഒരു പേര് തന്നെയാണ്. ഇവരെ റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടി തന്നെ ഹിസ്റ്റോറിയൻസ് ഇട്ടൊരു പേര് തന്നെ ഈ ഓറിയൻ്റൽസ്, പിന്നെ അവർ സ്വീകരിക്കുകയാണ് ചെയ്തത്. ഓക്കെ, എനിവേ ഇതിനകത്തിൽ ഈ ഇത്രയും അന്ത്യോക്യ സഭകളിൽ ഒരൊറ്റ അന്ത്യോക്യ സഭ അല്ലെങ്കിൽ ഒരൊറ്റ സഭ മാത്രമേ ഉള്ളൂ. അന്ത്യോക്യ ലീനേജ് ക്ലെയിം ചെയ്യുന്ന സഭകളിൽ ഒറ്റ ഒരു സഭ മാത്രമേ ഉള്ളൂ. അത് യാക്കോബ സഭ മാത്രമാണ്. ഈ റോമൻ ഡയസിസ് അല്ലെങ്കിൽ റോമൻ എംപയറിലുള്ള ഈസ്റ്റ് ഭാഗത്തിനപ്പുറം, ആദ്യമേ ഈസ്റ്റ് പോലും ഇല്ലായിരുന്നുള്ളത് വളരെ വ്യക്തമാണ്. ഞാൻ വായിച്ചല്ലോ, കോൺസ്റ്റന്റിനോപ്പിളിൻ്റെ 2ാം കൗൺസിലിൽ 2ാം കാനോനിൽ വളരെ കൃത്യമായിട്ട് അത് കൃത്യമായിട്ട് ഈസ്റ്റിലെ ബിഷപ്പ്മാർ അവിടുത്തെ കാര്യം നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അന്ത്യോക്യയുടെ കാര്യം വേറെയാണ് പറയുന്നത്. അന്ത്യോക്യയുടെ കൂടി ഈസ്റ്റ് ഒരിക്കലും ഏത് ചേർത്തിട്ടുമില്ല. പക്ഷേ പിൽക്കാലത്ത് കാൽസിഡോൺ കൗൺസിലിന് ശേഷമുള്ള കാര്യമാണ്. അപ്പോൾ ഒരിക്കലും ഇവർക്ക് അത് ഈ പറയുന്ന വൈഡർ ജൂറിസ്ഡിക്ഷൻ ഇവർക്ക് ക്ലെയിം ചെയ്യാനേ പറ്റില്ല എന്നുള്ളതിൻ്റെ പരമാർത്ഥം. കാരണം ഇവർ കാൽസിഡോൺ പോലും അംഗീകരിക്കാത്തവരാണ്. പിന്നീട് കാൽസിഡോൺ വിഭാഗത്തിൽ നിന്നും ഉള്ള ചരിത്ര നാൾവഴിയിലൂടെ അല്ലെങ്കിൽ ചരിത്ര പുസ്തകങ്ങളിലൊക്കെയാണ് ഈ ഒരു കാര്യം കാണുന്നതും പിന്നീട് അത്തരത്തിൽ അംഗീകരിക്കപ്പെട്ടു പോയെന്നുള്ളതാണ്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഈ സെവറിയോസിൻ്റെ കാലഘട്ടത്തിലോ പിന്നീട് യാക്കോബ് കാലഘട്ടത്തിലൊക്കെ ഇവർ ഒരു ഫ്ലോട്ടിംഗ് സഭ എന്നുള്ള നിലയിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അങ്ങ് പോയിട്ട്, കാരണം ഒരു ഉറച്ചു നിൽക്കാനൊരു സ്ഥലം ഉണ്ടായിരുന്നില്ല, അന്ത്യോക്യ കാല് കുത്താൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ പിന്നെ ഓടി നടന്ന് എല്ലായിടത്തും പറ്റുന്നിടത്തൊക്കെ സഭകൾ സ്ഥാപിക്കുക, പറ്റുന്നിടത്തൊക്കെ മെത്രാന്മാരെ വഹിക്കുക, അങ്ങനെയാണ് ഈ യാക്കോബ് വൃദ്ധനൊക്കെ പോയിരുന്നത്. അങ്ങനെയാണ് അവർ കൂടുതലും ഈ ഭൂപ്രദേശങ്ങളിലേക്ക് അവർ വരാൻ തുടങ്ങിയത്. അതായത് ബാക്കിയുള്ള സഭകളൊക്കെ ഈ റോമൻ എംപയറിന് വിതിൻ ദ റോമൻ എംപയർ അന്ത്യോക്യ ആൻഡ് ഓൾ ദി ഈസ്റ്റ് ക്ലെയിം ചെയ്യുമ്പോൾ അതിനപ്പുറത്തേക്ക് കടന്നു ചെയ്യുന്നത് ഈ യാക്കോബ സഭ മാത്രമാണ്. അവരാദ്യമായിട്ട് ഈ റോമൻ എംപയറിൻ്റെ വെളിയിലേക്ക് അവരുടെ ഒരു ഡയസിസ് സ്ഥാപിക്കുന്നത് ടിഗ്രത്തിലൊക്കെയാണ്. അതായത് ഈസ്റ്റിലേക്ക്, പേർഷ്യയിലൊക്കെ അവരുടെ തന്നെ ഒരു മഫ്രിയാനായിട്ട് സ്ഥാപിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഇവർ ആ ജൂറിസ്ഡിക്ഷന് പുറത്തേക്ക് ആദ്യമായിട്ട് കടന്നു ചെല്ലുന്നത്. അപ്പോൾ ഇവർ അത്തരത്തിൽ അതിന് പുറത്തേക്ക് വ്യാപിച്ചിട്ടുണ്ട്. അത് അവിടം വരേ ഉള്ളൂ. പിന്നീട് 1665 കേരളത്തിലേക്ക് അബ്ദുൽ ജലീൽ ബാബ വന്നപ്പോൾ ഇവിടെ കേരളത്തിൽ ആദ്യമായിട്ട് ഒരു യാക്കോബ മെത്രായൻ അന്നാണ് ആദ്യമായിട്ട് കേരളത്തിൽ കാലുകുത്തുന്നത്. അങ്ങനെ കേരളത്തിൽ 1665 യാക്കോബക്കാർ ആദ്യമായിട്ട് വന്നിട്ട് ഇവിടെ ഉണ്ടായിരുന്ന ഒരു വിഘടിത വിഭാഗത്തെ അവരുടെ ഭാഗമാക്കാനുള്ള ശ്രമങ്ങളാണ് പിന്നീട് നടന്നത് മൊത്തം. അവരൊരു സഭയായിട്ട് പിന്നീട് മാറുന്നത് മുളന്തുരുത്തി സുനദോസോടുകൂടിയാണ്. അതിന് മുന്നേ കൈവെപ്പ്, പകുതി കൈവെപ്പ്, മുറി കൈവെപ്പ്, ആ വിഷയത്തിലേക്ക് നമുക്ക് പിന്നീട് വരാവുന്നതാണ്. പക്ഷേ ഞാൻ പറഞ്ഞു വന്ന ഇതാണ്, ഇവർ വർഷങ്ങളെടുത്തു ഇവർ ഈ വൈഡർ ജൂറിസ്ഡിക്ഷനിലേക്ക് ഇവർ എത്തിയത് എന്നുള്ളതാണ്. അവർ സ്വയം ആർജിച്ച ആ ഒരു വൈഡർ ജൂറിസ്ഡിക്ഷൻ തന്നെയാണ്. അതല്ലാതെ ചരിത്രപരമായിട്ട് ഈ സഭകൾക്ക് നൽകപ്പെട്ട, അല്ലെങ്കിൽ ഈ സഭകൾ ചരിത്രപരമായിട്ട് ക്ലെയിം ചെയ്യുന്നൊരു കാര്യമല്ല. ഇവരുടെ പ്രവർത്തന മേഖലകൾ അത്തരത്തിൽ മുന്നോട്ട് വന്നാണ് ഇവരത്തരത്തിൽ ഓൾ ഓഫ് ഈസ്റ്റ് എന്ന് പറയുമ്പോൾ ഇത് മൊത്തം ഇന്ത്യ ഉൾപ്പെടെയാണെന്നൊക്കെ പറയാൻ പിന്നീട് കാരണമായി തീർന്നത് ഇവർ മാത്രമാണ് അത്തരത്തിൽ ക്ലെയിം നടത്തുന്നത്. 1665 അബ്ദുൽ ജലീൽ ബാവ കേരളത്തിൽ വന്നെങ്കിലും ഒരിക്കലും അവർ ഒരു സഭ എന്നുള്ള നിലയിൽ ആയി മാറിയില്ല എന്നുള്ളതാണ്. അതിനുള്ള പല ശ്രമങ്ങളും പല കാലഘട്ടത്തിൽ നടന്നു. അതേപ്പറ്റി വളരെ വിശദമായിട്ട് നമുക്ക് ഓരോരോ മാർത്താമ 1 മുതലുള്ള ആ വിഷയങ്ങളൊക്കെ നമുക്ക് കൃത്യമായി ചർച്ച ചെയ്യേണ്ടതുണ്ട്. പിന്നീട് പുറകാലം അത് ചെയ്യുന്നതാണ്. പക്ഷെ എന്നാലും വളരെ ബ്രീഫായിട്ട് പറയുവാണെങ്കിൽ അത്തരത്തിൽ മുളന്തുരുത്തി സുനദോസോടെ സമ്പൂർണ്ണമായിട്ടും യാക്കോബായ അടിമനുഖത്തിൻ്റെ കീഴിലേക്ക് ഇവിടുത്തെ വിഘടിത വിഭാഗം പോയി എന്നുള്ളതാണ്. അതിൽ നിന്ന് പിന്നെ രക്ഷപ്പെടാനുള്ള ശ്രമങ്ങളാണ് ഈ കഴിഞ്ഞൊരു നൂറ്റാണ്ടായിട്ട് നമ്മൾ കാണുന്ന മലങ്കര സഭാ തർക്കം എന്നുള്ളതാണ്. അതിൽ നിന്നും മുക്തി നേടാനായിട്ടോ അല്ലെങ്കിൽ ആ സഭാ വഴക്കുകളിൽ ഒരു കാലത്തും അവസാനിക്കാതെ അനന്തമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുകയാണ്. നമ്മുടെ വിഷയം അതല്ല. പറഞ്ഞു വന്നത് യാക്കോബയ സഭ മാത്രമാണ് അത്തരത്തിൽ ഒരു വൈഡർ ജൂറിസ്ഡിക്ഷൻ, അതായത് ഓൾ ഓഫ് ഈസ്റ്റ് എന്ന് പറയുന്നത് ഫാർ ഈസ്റ്റ് അല്ലെങ്കിൽ ഈവൻ ടുവേർഡ്സ് പേർഷ്യ. ആദ്യം പേർഷ്യയിലേക്ക് അവർ തന്നെ എക്സേർട്ട് ചെയ്തു. പിന്നീട് 1665 കേരളത്തിൽ അവരെത്തി. അപ്പം അങ്ങനെ ഈസ്റ്റ് എന്നുള്ളതിൻ്റെ നിർവചനം അവർ മാത്രമാണ് പേർഷ്യയും ടുവേർഡ്സ് ഇന്ത്യയൊക്കെ
അത്തരത്തിൽ പാത്രിക്കീസിന് പണ്ടേ ഉണ്ടെന്നൊക്കെ പറയുന്നത്, പണ്ടേ ഉണ്ടെന്നുള്ളത് വെറും മിഥ്യാധാരണയാണെന്നുള്ളത് നമുക്ക് ഓൾറെഡി മനസ്സിലായല്ലോ. ഒരു കാനോനിലും ഇല്ല. അത്തരത്തിൽ അന്ത്യോക്യയ്ക്ക് ഓൾ ഓഫ് ഈസ്റ്റ് എന്നൊരു കാര്യം പോലും അന്ത്യോക്യയോട് ചേർത്ത് പറഞ്ഞിട്ടില്ല. ഇതൊക്കെ വളരെ പിൽക്കാലത്തിൽ ജസ്റ്റിനിയൻ ചക്രവർത്തിയുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പത്രിയാർക്കൽ പദവി എന്നൊക്കെ നിലയിൽ വന്നപ്പോൾ അതിന് ശേഷം അതിനെ അധികരിച്ച് എഴുതിയ ചരിത്രകാരന്മാർ ഇത്തരത്തിൽ എഴുതി തുടങ്ങി. പിന്നീട് ഈ പാത്രികീസ്മാർ അത്തരത്തിലുള്ള ക്ലെയിംസ് നടത്തി എന്നുള്ളതാണ് അതിൻ്റെ ചരിത്രപരമായിട്ടുള്ള യാഥാർത്ഥ്യം. അപ്പോൾ ഈസ്റ്റിനപ്പുറം ഇന്ന് ഫാർ ഈസ്റ്റും ഈ പറയുന്ന ഇന്ത്യയും ചൈനയും ഒക്കെ അല്ലെങ്കിൽ പേർഷ്യയൊക്കെ ഞങ്ങളുടെ അധികാര പരിധിയിൽ നിന്ന് യാക്കോബ സഭ മാത്രമാണ് പറയുന്നത്. അത് അവരെത്രമാത്രം അവരുടെ ജൂറിസ്ഡിക്ഷൻസ് വർദ്ധിപ്പിച്ചു, അല്ലെങ്കിൽ അത്തരത്തിൽ ബിയോണ്ട് ദറ്റ് റോമൻ എംപയർ അവർ പോയി എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് മാത്രമേ നമുക്ക് കണക്കാക്കാൻ പറ്റുള്ളൂ. അതൊരിക്കലും ഹിസ്റ്റോറിക്കലി ഉള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് അല്ല. ഹിസ്റ്റോറിക്കലി അങ്ങനെ ഒരു കാനോനിലും ഇല്ല എന്നുള്ളതാണ് ചരിത്രപരമായിട്ടുള്ള യാഥാർത്ഥ്യം. ഇനി ഈ വീഡിയോയുടെ രണ്ടാം ഭാഗത്തേക്ക് നമുക്ക് കടക്കാം. അത് ഷിബു പീഡിയക്കലിനുള്ള മറുപടിയാണ്. ജിജിയുടെ ഗ്ലോറിയസ് ഗോസ്പലിൻ്റെ ഷിബു പീഡിയക്കലിനുള്ള മറുപടിയാണ്. ഷിബു പീഡിയക്കലിൻ്റെ വീഡിയോ കണ്ടു. അത് വളരെ ദയനീയമായിപ്പോയി. ഒരുപാട് സ്ട്രോമാൻ ആർഗ്യുമെൻറ്റ്സ് ആണ് പ്രധാനമായിട്ട് അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മൾ ചോദിച്ച ചോദ്യങ്ങൾക്കല്ല മറുപടി പറഞ്ഞിരിക്കുന്നത്. അതിന് പകരം മറുപടി പറഞ്ഞു എന്ന് വരുത്തി തീർക്കുക എന്നത് മാത്രമാണ് ലക്ഷ്യം എന്നുള്ളത് ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. പിന്നെ എന്തൊക്കെയോ കുറേ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചു. അതൊന്നും റെലവൻ്റ് ആയിട്ടുള്ള ആരോപണങ്ങളല്ല, നമ്മൾ പറഞ്ഞ വിഷയമായിട്ട് ചേരുന്ന ആരോപണങ്ങളല്ല, മറ്റ് വിഷയങ്ങളാണ് പറയുന്നത്. അതായത് അതിനെതിരെ പറയുന്ന അദ്ദേഹം അവിഞ്ഞോൺ പേപ്പസിയെ സംബന്ധിച്ച് പറയുന്നു. അതുപോലെ തന്നെ കൊർന്നല്യൂസ് എന്ന മാർപ്പാപ്പയുടെ കോൺസിക്രേഷനെ പറ്റി പറയുന്നു. അതിനകത്ത് ഒരു ബിഷപ്പേ ഉണ്ടായിരുന്നു എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. പിന്നീട് കഡാവർ സിനഡിനെ പറ്റിയൊക്കെ പറഞ്ഞു. ഇതൊക്കെ നമ്മൾ പറഞ്ഞ വിഷയമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പം നമ്മൾ പറഞ്ഞിട്ടുള്ള വിഷയം എന്നുള്ളത് ബേസിക്കലി എല്ലാവരും മനസ്സിലാക്കണം. നമ്മൾ പാട്രിയാർക്കൽ സക്സഷൻ അല്ല, പേപ്പൽ സക്സഷൻ അല്ല നമ്മുടെ വിഷയം. നമ്മുടെ വിഷയം ബിഷപ്രിക് സക്സഷനാണ്. ഒന്നുകൂടി പറയാം, നമ്മൾ പേട്രിയാർക്കൽ സക്സഷനെ പറ്റി അല്ല പറഞ്ഞത്. ആര് പാത്രികീസ് ആയെന്നോ അല്ലെങ്കിൽ എത്ര ശേഷം പാട്രിയാർക്കൽ സീറ്റ് വേക്കൻ്റ് ആയിരുന്നു എന്നുള്ളതോ അല്ല നമ്മുടെ വിഷയം. സഭാചരിത്രത്തിൽ അത് അലക്സാണ്ട്രിയയിലെ പാട്രിയാർക്കേറ്റ് എടുത്താലും അന്ത്യോക്യയിലെ പാട്രിയാർക്കേറ്റിൽ എടുത്താലും ഇപ്പം മറ്റ് കോൺസ്റ്റന്റിനോപ്പിളിലെ പാട്രിയാർക്കേറ്റിൽ എടുത്താലും ഇപ്പം റോമൻ പേപ്പൽ സക്സഷൻ്റെ കാര്യമാണെങ്കിൽ പോലും എല്ലായിടത്തും ഈ പറയുന്ന പോലെ ഈ പേപ്പൽ സീറ്റോ അല്ലെങ്കിൽ പാട്രിയാർക്കൽ സീറ്റൊക്കെ വേക്കൻ്റ് ആയിട്ടിരുന്ന ചരിത്രമുണ്ട്. ഒരു പക്ഷേ അത് പെർസിക്യൂഷൻ മൂലമാകാം, അല്ലെങ്കിൽ തർക്കങ്ങൾ മൂലമാകാം, പല കാരണം കൊണ്ടും അത്തരത്തിൽ സീറ്റ് വേക്കൻ്റ് ആയിട്ട് ഹോളി സീ വേക്കൻ്റ് ആയിട്ടിരുന്ന ചരിത്രങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടൊക്കെ സക്സഷൻ നിന്നുപോയെന്ന് ആർക്കും പറയാൻ പറ്റില്ല, ലീനിയേജ് നിന്നുപോയെന്ന് ആരും പറയില്ല. വിവരമുള്ളവർ ആരും അത് പറയില്ല. ഞങ്ങളാരും അങ്ങനെ ഒരു വാദം ഉന്നയിച്ചിട്ടുമില്ല, ആരും ഉന്നയിച്ചിട്ടില്ല. ഇനിയിപ്പം ഏതോ പുരോഹിതന് മറുപടി പറഞ്ഞാൽ മതി, ഏത് പുരോഹിതനായാലും അത്തരത്തിൽ ആരും വാദം ഉന്നയിക്കില്ല. ഇത് ആൾക്കാരെ ജിജി പൊട്ടന്മാരെ പറ്റിക്കാൻ വേണ്ടി പറയുന്നതാണ്. അവർക്കിതൊക്കെ മതി എന്നുള്ളതാണെങ്കിൽ ആയിക്കോട്ടെ, നമുക്ക് പ്രശ്നമില്ല. കാരണം ജിജി പൊട്ടന്മാർക്ക് ഇതൊക്കെ മതിയെങ്കിൽ അതായിക്കോട്ടെ, പ്രശ്നമില്ല. പക്ഷേ നമ്മൾ ചോദിക്കുന്ന ചോദ്യം പാട്രിയാർക്കൽ സക്സഷനെ പറ്റി അല്ല, പാട്രിയാർക്കൽ ഓർഡറിനെ പറ്റി അല്ല. നമ്മൾ പറയുന്നത് ബിഷപ്രിക് സക്സഷനെ പറ്റിയാണ് പറയുന്നത്. റോമിലെ സഭ ഒരിക്കലും ഒരു ബിഷപ്പ് പോലും ഇല്ലാതെ ആ സഭയുടെ സക്സഷൻ അവസാനിച്ചു അല്ലെങ്കിൽ അപ്പസ്തോലിക് സക്സഷൻ അവസാനിച്ചു എന്ന് പറയാൻ സാധിക്കില്ല. അപ്പോസ്തോലിക കൈവപ്പ് ബിഷപ്പ്മാരിലാണ് സ്പ്രെഡ് ചെയ്ത് ത്രൂ ഔട്ട് ദ ചർച്ച് സ്പ്രെഡ് ചെയ്ത് നിൽക്കുന്നത്. ബിഷപ്രിക് സക്സഷൻ, ബിഷപ്പ് എന്ന് പറഞ്ഞാൽ അത് അപ്പോസ്തോലിക കൈവപ്പാണ്. അപ്പോസ്തോലിക കൈവപ്പിൻ്റെ ഏറ്റവും ഹയസ്റ്റ് കൈവപ്പ് അതാണ്. ബിഷപ്പിൻ്റെ കൈവപ്പാണ്. അതിൽ നിന്നും ഒരു ബിഷപ്പിനെ മെട്രോപൊളിറ്റനായിട്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ആർച്ച് ബിഷപ്പായിട്ടോ ഒക്കെ എലിവേറ്റ് ചെയ്യുക ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഒരു മാർപ്പാപ്പയുടെ തിരഞ്ഞെടുപ്പ്, ഒരു പാത്രിയാർക്കിസിൻ്റെ തിരഞ്ഞെടുപ്പ്. അത് പ്രത്യേകം കൈവപ്പ് പുതിയൊരു കൈവപ്പ് കൊടുക്കുകയൊന്നുമല്ല. അതിന് മുകളിൽ കൈവപ്പ് കൊടുക്കാനായിട്ട് ആരും ഉണ്ടെന്നുള്ള അർത്ഥത്തിലും നിങ്ങൾ ചിന്തിക്കാൻ പാടില്ല. മാർപ്പാപ്പയെ നിങ്ങൾ പൊതുവിൽ മാർപ്പാപ്പയെ കണ്ടിട്ടില്ലേ? മാർപ്പാപ്പ എങ്ങനെയാണ് വാഴിക്കപ്പെടുന്നത്? ഇപ്പം റീസെൻ്റ്ലി നമുക്ക് പുതിയ മാർപ്പാപ്പ വന്നു. അവിടെ കോൺക്ലേവ് കൂടിയിട്ട് മാർപ്പാപ്പയെ ഒരാളെ അവർ വോട്ടെടുത്ത് തിരഞ്ഞെടുത്തു. ആ തിരഞ്ഞെടുത്തിട്ട് അദ്ദേഹത്തോട് ചോദിക്കും, ഇത് സ്ഥാനം സ്വീകരിക്കാൻ തയ്യാറാവാൻ ചോദിക്കും. അപ്പം ആ തിരഞ്ഞെടുക്കപ്പെട്ട ആളുടെ കൺസെൻറ്റ് ലഭിച്ചതിന് ശേഷം അദ്ദേഹത്തെ ലാമിനേഷൻ റൂമിലേക്ക്, വിലാപ റൂമിലേക്ക് അദ്ദേഹത്തെ ഇവിടെ പോയി പ്രാർത്ഥിക്കും. എന്നിട്ട് പേപ്പൽ വസ്ത്രം ധരിച്ച് അദ്ദേഹം നേരെ ആൾക്കാരെ ഗ്രീറ്റ് ചെയ്യാൻ വേണ്ടി വരികയാണ് ചെയ്യുന്നത്. നേരെ വന്നിട്ട് നമ്മൾ പറയും ഹാബമസ് പാപ്പാവെന്ന് പറയും. എന്നിട്ട് പാപ്പ വന്ന് അഡ്രസ്സ് ചെയ്യും, എല്ലാവർക്കും അനുഗ്രഹം കൊടുക്കും. പിന്നീട്
ഒഫീഷ്യലി അതിൻ്റെ ഇനാഗ്രേഷൻ നടക്കും. അവിടെ ഇനാഗ്രേഷൻ നടക്കുമ്പോൾ ആരും കൈവപ്പ് കൊടുക്കുകയല്ല ചെയ്യുന്നത്. അവിടെ എന്താ ചെയ്യുന്നത്? അവിടെ ചെയ്യുന്നത് ഈ പേപ്പൽ ഇൻസിഗ്നിയ, അതുപോലെ തന്നെ ഈ പറയുന്ന റിങ്, അങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ കൊടുത്ത് അദ്ദേഹത്തെ ആ സ്ഥാനത്തേക്ക് ആനയിക്കുക ചെയ്യുന്നത്, എലിവേറ്റ് ചെയ്യുക ചെയ്യുന്നത്, ആ സ്ഥാനത്തേക്ക് ഉയർത്തുക. അത് പ്രത്യേക കൈവപ്പൊന്നുമില്ല. അപ്പം മാർപ്പാപ്പ കുറച്ച് നാൾ ഇല്ലെങ്കിലോ, അല്ലെങ്കിൽ മാർപ്പാപ്പ കുറച്ച് നാൾ, മാർപ്പാപ്പയുടെ സീറ്റ് കുറച്ച് നാൾ വേക്കൻ്റ് ആയിട്ടിരുന്നാലോ, അല്ലെങ്കിൽ കൗണ്ടർ ക്ലെയിംസ് ഉള്ള അല്ലെങ്കിൽ റൈവലായിട്ടുള്ള മാർപ്പാപ്പന്മാർ വന്നുകൊണ്ടോ ഒന്നും കൈവപ്പ് നഷ്ടപ്പെടുമെന്ന് പറയുന്നത് ഭൂലോക അബദ്ധമാണ്. അപ്പം ഓൾറെഡി ഒരു പോപ്പുണ്ട്, റോമിൽ പോപ്പുണ്ട്, അതിന് പാരലായിട്ട് മറ്റൊരു പോപ്പ് വന്നു. അല്ലെങ്കിൽ ഇങ്ങേപ്പുറത്ത് 3 പോപ്പുണ്ടെന്ന് വിചാരിച്ചോ, 3 അവഞ്ഞോൺ പേപ്പസിയെ പറ്റിയാണ് ബേസിക്കലി പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഏതാണ് ഒറിജിനൽ ലൈൻ അല്ലെങ്കിൽ ലെജിറ്റിമേറ്റ് പോപ്പാണെന്നുള്ള സഭ നിശ്ചയിക്കുന്നിടം വരെ അത് നിശ്ചയിച്ച് കഴിയുമ്പോഴും എന്താണ്, ഇതൊന്നും സക്സഷനെ ബാധിക്കുന്നില്ല എന്നുള്ളതാണ്, ബിഷപ്രിക് സക്സഷനെ. കാരണം എന്താണ്, ഈ സഭയിൽ അത്രമാത്രം ബിഷപ്പ്മാർ നിലനിൽക്കുകയാണ്. അപ്പോസ്തോലിക്, അതായത് പത്രോസ് മുതൽ നീണ്ടു നിൽക്കുന്ന കൈവപ്പുള്ള ബിഷപ്പ്മാർ സർവ്വയിടത്തും നിലനിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് റൈവൽ, ഒരു ആൻറ്റി പോപ്പ് വന്നതുകൊണ്ടോ അല്ലെങ്കിൽ പാരലലായിട്ടൊരു ഹൈറാർക്കി വന്നതുകൊണ്ടോ ഒന്നും ബിഷപ്രിക് സക്സഷൻ ഇല്ലാതെയാകുന്നില്ല. അതാ ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് നമ്മളിവിടെ പറഞ്ഞത് ബിഷപ്രിക് സക്സഷനെ പറ്റിയാണ്. എന്തുകൊണ്ടാണ് യാക്കോബയ സഭയ്ക്ക് ബിഷപ്രിക് സക്സഷൻ, അപ്പോസ്തോലിക പിന്തുടർച്ചയില്ല എന്ന് പറയും. അല്ലാതെ പത്രോസിൻ്റെ പിന്തുടർച്ചയും നമ്മളോട് ബേസിക്കലി പറയുന്നത് എങ്ങനെയാണ്, ഈ ഒരു പിന്തുടർച്ചയിൽ വരുന്ന ബിഷപ്പ്മാരുടെ ഐക്യത്തിൽ അല്ലെങ്കിൽ അവരുടെ റെപ്രസെൻറ്റേഷനിലല്ല ഇദ്ദേഹം വാഴിക്കപ്പെട്ടെന്നുകൊണ്ട് അത് ബേസിക്കലി പറയുന്നത്. അതായത് അന്ത്യോക്യ സഭയിലെ ഒരു മെത്രാന്മാരും അറിഞ്ഞിട്ടല്ല, അല്ലെങ്കിൽ അവരുടെ അനുമതിയോടെ അല്ല എന്നുള്ളതാണ്. യാക്കോബ് ബർദ്വാനെ വാഴിച്ചപ്പോഴും ഒരു അന്ത്യോക്യ മെത്രാൻ പോലും ഉണ്ടായിരുന്നത് 4 കോപ്റ്റിക് മെത്രാന്മാരും അതുപോലെ തന്നെ 2 കോൺസ്റ്റന്റിനോപ്പിൾ മെത്രാന്മാരും ഉണ്ടായിരുന്നത്. എല്ലാം ഡിപ്പോസ്ഡ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. ഡിപ്പോസ്ഡ് ആയിട്ടുള്ള കോപ്റ്റിക് പാത്രികീസും ഡിപ്പോസ്ഡ് ആയിട്ടുള്ള കോൺസ്റ്റന്റിനോപ്പിൾ പാത്രികീസും ബാക്കി ഉണ്ടായിരുന്ന, അതായത് അന്തിമോസും അതുപോലെ തന്നെ തിയോഡോഷ്യസും, അതുപോലെ തന്നെ പിന്നെ പീറ്റർ ഓഫ് ഈജിപ്റ്റ്, അതുപോലെ തന്നെ ജോൺ ഓഫ് ഈജിപ്റ്റ്, പിന്നെ പറയുന്നത് കോൺസ്റ്റാന്റിയസ് ഓഫ് ലവോഡീഷ്യ, അത് ഏഷ്യ മൈനറിലെ ബൈബിളിൽ കാണുന്ന ലവോദിക്യ സഭയിലെ. അതൊരിക്കലും സിറിയയിലെ ബിഷപ്പായിരുന്നില്ല. സിറിയയിൽ ഒരു ലവോദിക്യ ഉണ്ട്, ആ ലവോദിക്കയിലെ ബിഷപ്പായിരുന്നില്ല. അത് വളരെ കൃത്യമായിട്ട് അങ്ങനെ ആയിരുന്നെങ്കിൽ ജോൺ ഓഫ് എഫെസസ് രേഖപ്പെടുത്തിയാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഡ്യൂപ്ലിക്കേറ്റ് അന്ത്യോക്യ എന്നുള്ള വീഡിയോയിൽ വളരെ കൃത്യമായിട്ട് ആ വിഷയങ്ങളൊക്കെ പ്രതിപാദിച്ചിട്ടുണ്ട്. ഒറിജിനലി ഒരു അന്ത്യോക്യൻ റെപ്രസെൻറ്റേഷൻ, ഒരു സിറിയൻ റെപ്രസെൻറ്റേഷൻ ഉണ്ടായിരുന്നെങ്കിൽ അത് പ്രധാനമായിട്ടും രേഖപ്പെടുത്തിയേനെ. അത് മിസ്സായിപ്പോയില്ല. അതായത് പ്രൈമറിലി സോഴ്സസിലൊന്നും അത് കാണുന്നില്ല. 8-ാം നൂറ്റാണ്ടിന് ശേഷം ആരണ്ടൊക്കെ എഴുതിയിട്ടുണ്ട് പിന്നീട്. കാരണം ഇത് ലെജിറ്റിമസി ഉണ്ടാക്കണമല്ലോ. അന്ന് എഴുതാൻ പറ്റില്ല, അന്ന് എഴുതിയ വിവരം അറിയും. കാരണം ആൾക്കാരപ്പുറത്തുണ്ട്, അത് എഴുതാൻ പറ്റുമോ? ആരും അത് അത്തരത്തിൽ ഉണ്ട് എന്നുള്ളത് ആരും കൺഫേം ചെയ്തിട്ടുമില്ല. മനസ്സിലായോ? അപ്പോൾ അതിന് ശേഷമുള്ള 8-ാം നൂറ്റാണ്ടിന് ശേഷമുള്ള ആൾക്കാർ എഴുതിയതൊക്കെ ഉണ്ട്. പിന്നീട് 10-ാം നൂറ്റാണ്ട് 11-ാം നൂറ്റാണ്ടിൽ മൈക്കൽ റാബോയുടെയും പിന്നെ അതുപോലെ തന്നെ ബാരബ്രയുടെയൊക്കെ ചരിത്രത്തിലൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ വളരെ പിൽക്കാലത്ത് ഇവരെഴുതിയ ചരിത്രമാണ്. അതിനെന്ത് വാലിഡിറ്റിയാണ് ഉള്ളത്? അവർ വെറുതെ എഴുതിയത് അങ്ങനെ ആകുമോ? ഇല്ല. പ്രൈമറി എവിഡൻസിൽ, പ്രൈമറി സോഴ്സിൽ അങ്ങനെ ഒരു കാര്യം കാണുന്നില്ല. അപ്പോൾ കോൺസ്റ്റാന്റിയസ് ഓഫ് ലവോഡീഷ്യ എന്നുള്ളത്, അത് ലവോഡീഷ്യ എന്നുള്ളത് ബൈബിളിൽ പറഞ്ഞ അതേ ലവോഡീഷ്യ, അതേ ലവോദിക്ക തന്നെയാണ്. ആ ലവോദിക്ക എന്നുള്ളത് ടർക്കിയിലുള്ള ലവോദിക്കയാണ്, അല്ലാതെ സിറിയയിലെ ലവോദിക്ക ആയിരുന്നെങ്കിൽ അത് ഇറ്റ് ക്യാരിഡ് മച്ച് വെയിറ്റ്. ഞാൻ ഇത് തന്നെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതാണ്. ഇറ്റ് വുഡ് ക്യാരി മച്ച് വെയിറ്റ്. കാരണം അവിടുത്തെ ഒരു ബിഷപ്പ്, ഞാൻ പറയുന്നത് ഒരു ബിഷപ്പ് എന്ന് പറഞ്ഞാൽ തന്നെ അത്ര വലിയ ശരിയൊന്നും അല്ല. കാരണം 100-200 ബിഷപ്പ്മാരുള്ളൊരു സഭയാണ്. 100-200 ബിഷപ്പ്മാരുള്ള അന്ത്യോക്യ സഭയിൽ നിന്ന് ഒറ്റ ബിഷപ്പിനെ കിട്ടിയുള്ളതെന്ന് പറഞ്ഞത് തന്നെ നാണക്കേടാണ്. ഈ ഒന്നുപോലും ഇല്ലെന്നുള്ളതാണ് നമ്മളീ പറയുന്നത്. ഒന്നുപോലും ഉണ്ടായിരുന്നില്ലെന്നാണ് പറയുന്നത്. അപ്പം ലവോദിക്ക എന്ന് പറയുന്നത് അത് ഏഷ്യ മൈനറിലെ ലവോദിക്കയാണ്. അല്ല സിറിയയിലെ ലവോദിക്ക ആണെങ്കിൽ പ്രത്യേകമായിട്ട് നിങ്ങളുടെ ബ്രാക്കറ്റിലെങ്കിലും കുറഞ്ഞ പക്ഷം അന്ത്യോക്യയെന്നോ അല്ലെങ്കിൽ സിറിയാന്നോ എഴുതിയതിനായിരുന്നു. അങ്ങനെ എഴുതിയിട്ടില്ല, പ്രൈമറി സോഴ്സിൽ കാണുന്നില്ല. പിന്നെ നിങ്ങൾ അതുകൊണ്ട് കൂട്ടി ചേർത്താൽ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കില്ലെന്ന്. പ്രൈമറി സോഴ്സസ് ഉണ്ടെങ്കിൽ കൊണ്ടുപോയി ഞങ്ങൾ അംഗീകരിക്കാം, ഒരു കുഴപ്പമില്ല. ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് ഈ വീഡിയോ ഒക്കെ ചെയ്യാൻ വേണ്ടി ഞങ്ങളൊക്കെ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. നിങ്ങൾ അത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പം പ്രൈമറി സോഴ്സിൽ ഇല്ലാത്ത കാര്യം നിങ്ങൾ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പ്രൈമറി സോഴ്സിൽ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മളിങ്ങനെ വീഡിയോ പോലും ചെയ്യാൻ പറ്റത്തില്ല. എന്നാലും അതും ഒരു കുറച്ചിലാണ്. 100-200 പേരുള്ള സഭയിൽ, 100-200 ബിഷപ്പ്മാരുള്ള സഭയിൽ ഒറ്റ ബിഷപ്പിനെ വെച്ചാണ് എന്ന് പറഞ്ഞാൽ നിക്കായ കാനോനിൽ തന്നെ പറയുന്നത് ആ മെട്രോപൊളിറ്റൻ്റെ അംഗീകാരം വേണം അവിടെ ആ വാഴിക്കണമെങ്കിൽ. അത് കാറ്റിപ്പുറത്ത് നമ്മൾ ഓൾറെഡി ആ വിഷയങ്ങളൊക്കെ പറഞ്ഞതാണ്. മാത്രമല്ല അവിടെ നിന്നുള്ള 3 മെത്രാന്മാരെങ്കിലും കുറഞ്ഞ പക്ഷമാണ്. ഇതിപ്പോൾ ഒരാളുടെ പേര് കാര്യമാണ് ഇവർ പറയുന്നത്, പക്ഷേ ഒരാളുടെ പേര് പോലും ശരിയല്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അപ്പം ഈ പറയുന്നതൊന്നും
നിങ്ങൾ പറയുന്നത് കാനോനികമായിട്ട് അക്സെപ്റ്റബിൾ അല്ല. പിന്നെ അർജൻസിയെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. അർജൻസിയൊക്കെ ഉണ്ടെന്നുള്ളത് ശരിയാണ്. അത് പാരലലായിട്ടുള്ള സഭ ഉണ്ടാക്കാനല്ല അർജൻസി വേണ്ടത്. ഓൾറെഡി സഭ നിലനിൽക്കുന്നു. അന്ത്യോക്യയിലുള്ള സഭ ഓൾറെഡി നിലനിൽക്കെ, അവിടുത്തെ പാത്രിക്കീസ് നിലനിൽക്കെ, സെവറിയോസ് അവിടുന്ന് പോയതിനു ശേഷം ആ സഭ തന്നെ സിനഡ് കൂടി അവിടെ പുതിയ പാത്രിക്കീസിനെ തിരഞ്ഞെടുത്തു. ആ സഭ മുന്നോട്ട് പോവുകയാണ്. ഒരൊറ്റ മെത്രാൻ പോലും സെവറിയോസിൻ്റെ കൂടെ പോയില്ല. അതായത് ഒറിജിനൽ അന്ത്യോക്യ സഭയിലെ ഒരു മെത്രാനും സെവറിയോസിൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല. സെവറിയോസ് പിന്നീട് വാഴിച്ച മെത്രാന്മാരുടെ പേരുൾപ്പെടെ ശിവപീഡിക്കൽ പറഞ്ഞപ്പോൾ മെത്രാന്മാരുടെ പേര് അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ വളരെ കൃത്യമായിട്ട് ഞാൻ എൻ്റെ വീഡിയോ കൃത്യമായിട്ട് ഏതൊക്കെ മെത്രാന്മാരെ വാഴിച്ചെന്ന് പേരുൾപ്പെടെ പറയുന്നുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ വളരെ കൃത്യമായിട്ട് സെവറിയോസ് തന്നെ നേരിട്ട് പിന്നീട് സമാന്തരമായിട്ട് വാഴിച്ച, എക്സൈലിലായിരുന്നപ്പോൾ വാഴിച്ച മെത്രാന്മാരുടെ പേരുൾപ്പെടെ പറയുന്നുണ്ട്. അവരാരും ഈ സെവറിയോസിൻ്റെ കാലഘട്ടത്തിന് ശേഷം അവർ സർവേ ചെയ്തില്ല എന്നുള്ളതും വളരെ കൃത്യമായിട്ട് എന്തുകൊണ്ടാണെന്ന് ചരിത്ര തെളിവുകളോടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതായത് അന്ത്യോക്യയിലെ സഭയിലെ ഒരു മെത്രാൻ 200 മെത്രാന്മാരുള്ളതിൽ ഒരു മെത്രാൻ പോലും ഉണ്ടായിരുന്നില്ല. സെവറിയോസ് അവിടുത്തെ ഒറിജിനൽ പാത്രിക്കീസ് ആയിരുന്ന പിന്നീട് ഡിപ്പോസ്ഡായ എക്സ്കമ്മ്യൂണിക്കേറ്റഡ് ആയിട്ടുള്ള സെവറിയോസ് പോലും പിന്നീട് സമാന്തരമായിട്ട് വാഴിച്ച ആ മെത്രാന്മാർ പോലും ഇവരുടെ കൂടെ ഉണ്ടായിരുന്നില്ല. കാരണം അവരൊക്കെ ഡൈഡ് ഔട്ട് ആയെന്നുള്ളത് അതിൻ്റെ കാര്യം. അതുകൊണ്ടാണ് ഇവർക്ക് പുതുതായിട്ട് ഒരു ഹൈറാർക്കി തന്നെ ഉണ്ടാക്കേണ്ട ആവശ്യം വന്നത്. അങ്ങനെ ഉണ്ടാക്കിയപ്പോൾ ഒറിജിനൽ സഭയുടെ റെപ്രസെൻറ്റേഷൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ ഒരു പുതിയൊരു ഹൈറാർക്കി, പുതിയൊരു പാരലൽ സഭയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അർജൻസി എന്ന് പറഞ്ഞാൽ അത് ബിഷപ്രിക് സക്സഷൻ അവിടെ ഇല്ല എന്നുള്ളതാണ്. അതായത് ഒറിജിനൽ സഭയുടെ ബിഷപ്രിക് അപ്പോസ്തോലിക സഭയെ അല്ലെന്നൊന്നും ഞങ്ങളാരും പറഞ്ഞിട്ടില്ല കേട്ടോ. വളരെ കൃത്യമായിട്ട് പറഞ്ഞതാണ്. ഇത് കോപ്റ്റിക് കൈവപ്പുണ്ട്. കോപ്റ്റിക് സഭ അപ്പോസ്തോലിക സഭ തന്നെയാണ്. ഇന്നത്തെ വിഷയത്തിൽ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞല്ലോ, നിക്കിയ കാനോനിലോട് പറയുന്നത് കോപ്റ്റിക് സഭയുടെ ജൂറിസ്ഡിക്ഷൻ്റെ അത് അങ്ങനെയാണ് എന്ന് വിവരിക്കാൻ കാരണം എന്താണ്, അങ്ങനെ കൃത്യമായിട്ടും അത് കൺഫേം ചെയ്യാൻ കാരണം എന്താണ്, കൺഫർമേറ്ററി ക്ലോസിൽ പറയുന്നത് റോം അത് അക്സെപ്റ്റ് ചെയ്യുന്നുള്ളതാണ്. കാരണം എന്താണ്, പത്രോസ് ലീഹ മാർക്കോസിനെ റോമിൽ വെച്ചാണ് കൈവപ്പ് കൊടുത്ത് ബിഷപ്പായിട്ട് നിയമിച്ച് അലക്സാൻഡ്രിയയിലേക്ക് അയക്കുന്നത്, അലക്സാൻഡ്രിയയിൽ സഭ സ്ഥാപിക്കാനായിട്ട് അയക്കുന്നത്. അപ്പോൾ റോമിൽ നിന്നുള്ള കൈവപ്പാണ് മാർക്കോസിനുള്ളത്. ആ അധികാരത്തിലാണ് മാർക്കോസിൻ്റെ സിംഹാസനം നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് റോമിലെ ബിഷപ്പിൻ്റെ കസ്റ്റമറി അനുസരിച്ച് അലക്സാൻഡ്രിയയിലെ ബിഷപ്പിൻ്റെ ജൂറിസ്ഡിക്ഷൻ നിജപ്പെടുത്തി കൊടുക്കുന്നുള്ളതാണ് എൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ ഞങ്ങളൊരിക്കലും ആ കൈവപ്പ് അപ്പോസ്തോലികം അല്ലെന്നൊരു കാര്യമേ പറഞ്ഞിട്ടില്ല. യാക്കോബ സഭ അപ്പോസ്തോലിക സഭ അല്ലെന്നും പറഞ്ഞിട്ടില്ല. അപ്പോസ്തോലിക സഭ തന്നെയാണ്, ഒരു സംശയം ആ കാര്യത്തിലില്ല. കൈവപ്പിൻ്റെ കാര്യത്തിലും യാതൊരു സംശയവുമില്ല. പക്ഷേ അത് അന്ത്യോക്യയിലെ കൈവപ്പാണ്, അല്ല അന്ത്യോക്യയിലെ ബിഷപ്രിക് സക്സഷനാണ് എന്ന് പറയാൻ പറ്റത്തില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരേ ഒരു വാദം. മാത്രമല്ല, ഞാൻ കഴിഞ്ഞ വീഡിയോ വളരെ വിശദമായിട്ട് പറയുകയും ചെയ്തു. അതായത് കൾച്ചറലായിട്ടും ലിംഗ്വിസ്റ്റിക്കലായിട്ടും ലിറ്റർജിക്കലായിട്ടും ഒക്കെ അന്ത്യോക്യൻ സഭയുടെ പിന്തുടർച്ച ഇവർക്കുണ്ട് എന്നുള്ളതും ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ഒരിക്കലും ഡിനൈ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള കാര്യം പറഞ്ഞു. സെയിൻറ്റ് ജെയിംസ് ലിറ്റർജിയുടെ കാര്യത്തിലും അത് സിറിയാക് വേർഷനിൽ ഇവരാണ് എൻ്റെ കസ്റ്റോഡിയൻ, ഈ വിഷയങ്ങളൊക്കെ ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ബിഷപ്രിക് സക്സഷൻ യഥാർത്ഥ അന്ത്യോക്യയിലെ, അതായത് പത്രോസിൽ നിന്ന് ഇഗ്നാത്യോസിലേക്ക്, അല്ല എവദിയോസ് ഇഗ്നാത്യോസ്, ആ തുടർച്ചയിൽ വന്നിരിക്കുന്ന സക്സഷൻ, ആ ബിഷപ്പ്മാരുടെ ഹെഡാണ് അവിടുത്തെ അന്ത്യോക്യയിലെ ബിഷപ്പ് എന്നുള്ളത്. അപ്പോൾ ആ സക്സഷൻ എന്നുള്ള കാര്യം ഇവരിൽ നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ നമ്മൾ പറഞ്ഞത് ബിഷപ്രിക് സക്സഷനെ പറ്റിയാണ്, അല്ലാതെ പാത്രിക്കീസിൻ്റെ സീറ്റ് കുറച്ചാൾ വേക്കൻ്റായിട്ട് കിടന്നെങ്കിലോ വാറോ പെർസിക്യൂഷനോ അല്ലെങ്കിൽ ഒളിവിൽ പോകേണ്ട അവസ്ഥ വരികയോ അല്ലെങ്കിൽ അണ്ടർഗ്രൗണ്ടിൽ പോകേണ്ട അവസ്ഥ, അങ്ങനത്തെയൊക്കെ അവസ്ഥയെപ്പറ്റി അല്ല പറയുന്നത്. അങ്ങനത്തെ അർജൻസിയെ പറ്റിയല്ല. അല്ലെങ്കിൽ ഒരാൾ മരിച്ചു, അടുത്ത ആളിനെ വാഴിക്കാൻ കഴിയാത്ത അവസ്ഥ, അപ്പം ഒളിവിൽ കുറച്ച് ബിഷപ്പ്മാർ മാത്രം നിന്ന് വാഴിക്കേണ്ട ഒരവസ്ഥ എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ഇവിടെ വാലിഡേ അല്ല. കാരണം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പോപ്പ് കൊർന്നേലിയോസിൻ്റെ കാര്യം പറഞ്ഞു. പോപ്പ് കൊർന്നേലിയോസിൻ്റെ കാര്യം പറയുമ്പോൾ എന്താണ്, അവിടെ ഒരു ബിഷപ്പ് വാഴിച്ചെന്ന് പറഞ്ഞു, ചരിത്രാബദ്ധമാണ്. അങ്ങനെ ഒരു കാര്യമില്ല. പാരലൽ ഹൈറാർക്കി ഉണ്ടാക്കാൻ ശ്രമിച്ച നൊവേഷ്യനെ വാഴിച്ചത് വെറും 3 ബിഷപ്പ്മാർ ചേർന്നാണ്. ഇങ്ങേപ്പുറത്ത് കൊർന്നേലിയോസിനെ വാഴിച്ചത് 16 ബിഷപ്പ്മാർ ചേർന്നാണ് എന്നുള്ളതാണ് ഈ സിപ്രിയാനോ അതുപോലെ തന്നെ യൂസേബിയസും ഒക്കെ സഭാചരിത്രത്തിൽ കൃത്യമായിട്ട് പറയുന്നത്. അപ്പോൾ ഇതിനെ എടുത്തിട്ടാണ് ഒറ്റ ബിഷപ്പ് വാഴിച്ചെന്ന് പച്ചക്കള്ളം ഇരുന്ന് പറയുന്നത്. നൊവേഷ്യനെ വാഴിച്ചത് വെറും 3 ബിഷപ്പ്മാരാണ്. അതൊരു കുറച്ചിലായിട്ടാണ് സിപ്രിയാനും അതുപോലെ തന്നെ യൂസേബിയസും ഒക്കെ രേഖപ്പെടുത്തുന്നുള്ളതാണ് ചരിത്രപരമായിട്ടുള്ള യാഥാർത്ഥ്യം. മാത്രമല്ല, ആ ഒരു പാരലൽ ഹൈറാർക്കി പിന്നീട് നിലനിന്ന് പോയൊന്നുമില്ല. അപ്പോൾ വിഷയം ഇതൊന്നുമല്ല, നമ്മൾ പറയുന്ന വിഷയം ഇതൊന്നുമല്ല. റോമിലെ സഭയ്ക്ക് ഒരു കാലഘട്ടത്തിലും എല്ലാ ബിഷപ്പ്മാരും
ആ സഭയുടെ ഭാഗമല്ലാതെ അല്ലെങ്കിൽ ഉള്ള എല്ലാ ബിഷപ്പ്മാരും മരണപ്പെട്ട ഒരവസ്ഥ അല്ലെങ്കിൽ അവരില്ലാതായി മാറിയ ഒരവസ്ഥ ഉണ്ടായാൽ മാത്രമേ കൈവപ്പ് നഷ്ടപ്പെട്ടു എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അതായത് റോമിലെ സഭയ്ക്ക് കൈവപ്പ് നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ സക്സഷൻ നഷ്ടപ്പെട്ടു എന്ന് പറയണമെങ്കിൽ റോമിലെ മെത്രാന്മാരെല്ലാവരും ഇല്ലാതായി മാറണം, എല്ലാ മെത്രാന്മാരും ഇല്ലാതായി മാറണം. അങ്ങനെ ഇല്ലാതായി മാറിയിട്ട് പുതിയ വേറെ മറ്റൊരു സഭയിൽ നിന്ന് ഒരു കൈവപ്പ് സ്വീകരിച്ചിട്ട് ഇങ്ങേപ്പുറത്തൊരു സഭ തുടങ്ങുവാണെങ്കിൽ അല്ലെങ്കിൽ വീണ്ടും ഒരു സഭ ആരംഭിക്കുവാണെങ്കിൽ അതിനെ വേണമെങ്കിൽ അത്തരത്തിൽ വേണമെങ്കിൽ പറയാം. പക്ഷേ അങ്ങനെ ഒരു ചരിത്രം ഈ 2000 വർഷം ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പരമാർത്ഥം. അപ്പോൾ ഒരു ആൻറ്റി പോപ്സ് വന്നാലോ അവഞ്ഞോൺ പേപ്പസി വന്നാലോ അല്ലെങ്കിൽ 3 പോപ്പുമാർ ചരിത്രത്തിൽ വന്നു എന്ന് പറഞ്ഞതുകൊണ്ടൊന്നും കൈവപ്പ് നഷ്ടമാകത്തില്ല, ബിഷപ്രിക് സക്സഷൻ ഇല്ലാതായി മാറുന്നില്ല. പിന്നീട് സഭ അത് ലെജിറ്റിമൈസ് ചെയ്തിട്ട് ഏതാണ് ഒറിജിനൽ പോപ്പ് ആയിരുന്നു എന്നുള്ളത് സഭ കൃത്യമായിട്ട് നിർവഹിച്ചിട്ടുണ്ട്. കൗൺസിലിൽ കൂടി കൃത്യമായിട്ട് ആ കാര്യം വന്നിട്ടുണ്ട്. അപ്പോൾ പാട്രിയാർക്കൽ സക്സഷനെ പറ്റി അതതിൻ്റെ ഭാഗമാണെങ്കിലും അതല്ല പ്രധാനമായിട്ടും നമ്മൾ പറയുന്ന വിഷയം. പാട്രിയാർക്കൽ സീറ്റ് കുറച്ചുനാൾ വേക്കൻ്റ് ആയിരുന്നാൽ ഉടനെ ബിഷപ്രിക് സക്സഷൻ പോയി എന്നുള്ള മിഥ്യാധാരണ ഞങ്ങൾക്കില്ല, ഞങ്ങൾ അങ്ങനൊരു കാര്യവും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അത്തരം പൊട്ടവാദം കൊണ്ട് വന്നാൽ ഇവിടെങ്ങും ചിലവാകത്തില്ല എന്നുള്ളതാണ്. നമ്മൾ ബേസിക്കലി പറയുന്നത് അന്ത്യോക്യ സഭ നിലനിൽക്കെ അവിടെയുള്ള സർവ്വ ബിഷപ്പ് 200ഓളം ബിഷപ്പ്മാർ നിലനിൽക്കെ നിങ്ങൾ പാരലൽ ഒരു സഭ ഉണ്ടാക്കി. ആ സഭയിൽ ഒരു അന്ത്യോക്യ സഭയും ഭാഗമായിരുന്നില്ല. മാത്രമല്ല അന്ത്യോക്യ സഭയ്ക്ക് സമാന്തരമായിട്ട് അന്ത്യോക്യ കൈവപ്പുണ്ടായിരുന്ന അന്ത്യോക്യയുടെ പാത്രിക്കീസ് തന്നെയായിരുന്ന സെവറിയോസ് സമാന്തരമായിട്ട് ഉണ്ടാക്കിയ സഭയിലെ ബിഷപ്പ്മാർ, അവരുടെ ലിസ്റ്റുകൾ ഉൾപ്പെടെ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ട്, പേരുൾപ്പെടെ. അവരാരും യാക്കോബ് ബുർദ്വാനെ വാഴിച്ചപ്പോഴും ഇല്ലായിരുന്നു. യാക്കോബ് ബുർദ്വാനെ പിന്നീട് മെത്രാന്മാരെ വാഴിച്ചപ്പോഴും ഉണ്ടായിരുന്നില്ല. അവരൊക്കെ അതിന് മുന്നേ മരണപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം, സെവറിയോസ് ഉൾപ്പെടെ. അപ്പം അന്ത്യോക്യ സഭയുടെ റെപ്രസെൻറ്റേഷൻ ഇല്ലാതെയാണ് യാക്കോബായ സഭ സമാന്തരമായിട്ട് കോപ്റ്റിക് കൈവപ്പോടെ സ്ഥാപിക്കപ്പെട്ടത്. യാക്കോബ് ബുർദ്വാനെ അങ്ങനെയാണ് വാഴിച്ചത്. യാക്കോബ് ബുർദ്വാന ഓടി നടന്ന് എല്ലാവരെയും വാഴിച്ചു. അവരൊക്കെ യാക്കോബ് ബുർദ്വാനയുടെ കൈവപ്പാണ്. ആ യാക്കോബ് ബുർദ്വാനയ്ക്കുള്ളത് കോപ്റ്റിക് കൈവപ്പാണ്. ബിഷപ്രിക് സക്സഷനാണ് ഇവിടെ പറയുന്നത്. അപ്പം യാക്കോബ് ബുർദ്വാനെ പറ്റി യാക്കോബ് ബുർദ്വാന പാത്രിക്കീസ് ആയിരുന്നില്ലല്ലോ. അദ്ദേഹം ഒരുത്തനെ പിടിച്ചിട്ട് പാത്രിക്കീസ് ആക്കി എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. തൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടായിരുന്ന സെർ ജോസഫ് ടെല്ലയെ പിടിച്ചിട്ട് AD 557 പിടിച്ചിട്ട് പാത്രിക്കീസായിട്ട് വാഴിച്ചു. അതൊരു വിലയുള്ള കാര്യമല്ല, ഞങ്ങൾ അതിനെപ്പറ്റിയേ അല്ല പറഞ്ഞ്. അല്ല, സെവറിയോസ് കഴിഞ്ഞിട്ട് ഇത്രയോ നാളത്തെ ഗ്യാപ്പുണ്ട്, ആ വിഷയം ഞങ്ങൾ പറഞ്ഞിട്ടേ ഇല്ല. ഞങ്ങൾക്ക് അതൊരു വിഷയമേ അല്ല. സമാചാരത്തിൽ അതല്ല വിഷയം. നിങ്ങളുടെ സഭയിൽ അപ്പസ്റ്റോലിക്, അതായത് അന്ത്യോക്യൻ സഭയുടെ അപ്പസ്റ്റോളിക് സക്സഷൻ ഉണ്ടോ എന്നുള്ളത് മാത്രമാണ് ഇവിടുത്തെ ചർച്ചാ വിഷയം. അപ്പം പാട്രിയാർക്കൽ സീറ്റ് വേക്കൻ്റ് ആയിരുന്നതോ അല്ലെങ്കിൽ സെവറിയോസിനെ നിങ്ങൾ അങ്ങനെ കണ്ടു അതിനുശേഷം ഇത്ര നാളുള്ളിൽ അടുത്ത ആളിനെ വാഴിച്ചെന്ന് പറഞ്ഞാൽ സെവറിയോസുമായിട്ട് അദ്ദേഹത്തിന് യാതൊരു ബന്ധമില്ല. അദ്ദേഹത്തിൻ്റെ ബന്ധം കോപ്റ്റിക് സഭയുമായിട്ടാണ് ബന്ധം. അപ്പോൾ അതൊരിക്കലും സെവറിയോസിൻ്റെ സഭയുടെ പിന്തുടർച്ചയാവുകയില്ല. ഇതാണ് മേജർ പോയിന്റ്. അപ്പം ഇതിനകത്ത് നിങ്ങൾക്ക് ഉത്തരം കണ്ടെത്തണമെങ്കിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ. ഈ യാക്കോബ് ബുർദ്വാനെ വാഴിച്ച കൂട്ടത്തിൽ ഈ ഒരു അന്ത്യോക്യ മെത്രാൻ ഉണ്ടായിരിക്കണം. അങ്ങനൊരു മെത്രാൻ ഇല്ല, പ്രൈമറി എവിഡൻസിലില്ല. കൂട്ടിച്ചേർത്ത എവിഡൻസ് കൊണ്ടുവന്നാൽ ഞങ്ങൾ സ്വീകരിക്കില്ല. മനസ്സിലായോ? അതുപോലെ തന്നെ യാക്കോബ് ബുർദ്വാന പിന്നീട് വാഴിച്ച സഭയിൽ, യാക്കോബ് ബുർദ്വാന പണിത സഭയിൽ, യാക്കോബ് ബുർദ്വാന ഉണ്ടാക്കിയ സഭയിൽ, യാക്കോബായ സഭയിൽ ഒരു അന്ത്യോക്യ മെത്രാനും അതിൻ്റെ ഭാഗമായിരുന്നില്ല. അപ്പോൾ അങ്ങനെ പിന്നീട് ഇദ്ദേഹം ഓൾറെഡി വാഴിക്കപ്പെട്ടു. പിന്നീട് ഇദ്ദേഹം കുറേ മെത്രന്മാരെ വാഴിച്ചു. അങ്ങനെ സഭയുണ്ടാക്കി തട്ടിക്കൂട്ടി. ആ കൂട്ടത്തിൽ 1-2 അന്ത്യോക്യ മെത്രാന്മാരെ ഇവർക്ക് കൊണ്ടുവരാൻ സാധിച്ചിരുന്നെങ്കിൽ പോലും നിങ്ങൾക്ക് കുറച്ചൊക്കെ ഒരു കാര്യമൊക്കെ ചെറിയൊരു ക്ലെയിമൊക്കെ വെക്കാമായിരുന്നു. അതുപോലുമില്ല. ഉണ്ടെങ്കിൽ വേറെ പോയിട്ട്സ് പറയണം. എന്തിയേ ഒരു മെത്രാൻ്റെ പേര് പറയാനുണ്ടോ? പറയാനില്ല. ഞാൻ പറഞ്ഞ അതേ പേരുകൾ തന്നെ ശിവപീഡിയക്കിൽ ലൈവ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിനേക്കാളും അപ്പുറം സെവറിയോസ് വാഴിച്ച സമാന്തരമായിട്ട് എക്സൈലായിരുന്നപ്പോൾ വാഴിച്ച മെത്രാന്മാരുടെ പേര് ഉൾപ്പെടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ എപ്പോൾ മരണപ്പെട്ടു എന്നും ആ കാര്യങ്ങൾ ഉൾപ്പെടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ കാര്യത്തെ ഖണ്ഡിക്കുന്ന ഒരു വീഡിയോ അല്ല ഇത്. ഏതോ ഒരു പുരോഹിതൻ പറഞ്ഞതിൻ്റെ മറുപടി ആയിട്ടാണ് അവരത് പറയുന്നത്. അത് നമുക്കറിയില്ല. അപ്പം ചുരുക്കം പറയാം, നമ്മുടെ വീഡിയോ അത് ഇറിഫ്യൂട്ടബിൾ ആണ് എന്നുള്ളതാണ് അതിൻ്റെ പരമാർത്ഥം. നിങ്ങളെ കൊണ്ട് ആർക്കും അത് റിഫ്യൂട്ട് ചെയ്യാൻ സാധിക്കില്ല. വളരെ കൃത്യമായ കാറ്റഗറിക്കലി പ്രിസൈസായിട്ട് ചരിത്രത്തിൽ നിന്നുള്ള തെളിവുകൾ വെച്ചാണ് അത് കൃത്യമായി സമർത്ഥിച്ച് വെച്ചിരിക്കുന്നത്. പിന്നെ ജി പൊട്ടന്മാരെയൊക്കെ ആശ്വസിപ്പിക്കാൻ അത് മതിയെങ്കിൽ അങ്ങനെ തന്നെ ആയിക്കൊള്ളട്ടെ. നമ്മൾ ചെയ്ത വീഡിയോ അവിടെ തന്നെ നിലനിൽക്കും, വളരെ ശക്തമായിട്ട് നിലനിൽക്കും. കൂടുതൽ ആൾക്കാരത് കാണും, അത് കൂടുതൽ ആൾക്കാരേക്ക് എത്തുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ മറുപടി പറയുന്നത് എന്തെങ്കിലും മറുപടി പറയാൻ വേണ്ടിയുള്ള മറുപടി ആയെങ്കിൽ അതിങ്ങനെ വളരെ ദയനീയമായി വളരെ ഗതികെട്ട മറുപടിയായി മാറുമെന്നുള്ളതാണ്. പക്ഷേ നമ്മൾ കൃത്യമായ വിഷയങ്ങളാണ് പറയുന്നത്. അല്ലാതെ വെറുതെ
ഇന്ന് ലൈവ് ഇരുന്ന് ബപ്പ അടിക്കുന്ന പരിപാടി നമുക്കില്ല. ഞങ്ങൾ വളരെ കൃത്യമായ കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഞങ്ങളുടെ വീഡിയോസൊക്കെ വളരെ വെൽ റിസേർച്ച്ഡ് ആണ്. നന്നായിട്ട് ഈ വിഷയം പഠിച്ചിട്ട് ചരിത്രത്തിലെ പ്രൈമറി എവിഡൻസസ് എടുത്തിട്ടാണ് കൃത്യമായിട്ട് വിഷയങ്ങൾ പറയുന്നത്. അതുകൊണ്ട് റെഫ്യൂട്ട് ചെയ്യുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല. പിന്നെ ആൾക്കാരെ സമാധാനിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും ജി പൊട്ടന്മാരുടെ സാന്ത്വനത്തിനും വേണ്ടി മാത്രം ആ ഒരു വീഡിയോയ്ക്ക് ആയിക്കോട്ടെ എന്നുള്ളത് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഈ ലൈവിനിടെ ഷിബു പിടിക്കൽ പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് ജി പൊട്ടന്മാരിൽ വളരെ പ്രമുഖനായിട്ടുള്ള അമേരിക്ക എന്നൊരു വ്യക്തിയുണ്ട്, വൺ മിസ്റ്റർ ചെറിയാൻ. ഞങ്ങൾ പുള്ളിയെ ചെറിയാച്ചൻ എന്നാണ് വിളിക്കുന്നത്. പ്രായമുള്ളൊരു വ്യക്തിയാണ്. അദ്ദേഹത്തെ കൊണ്ട് ഈ ഷിബു പിടിക്കൽ നമ്മുടെ കത്തോലിക്ക ഒരു ബിഷപ്പിനെ വിളിച്ച് ചോദിച്ചു, ഇങ്ങനെയൊക്കെ കത്തോലിക്കർ വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട്, ഇത് നിങ്ങൾ സഭാപരമായിട്ട് നിങ്ങൾ അംഗീകരിക്കുന്ന ഒരു കാര്യമാണോ, അത്തരത്തിലുള്ള നിലപാട് നിങ്ങൾക്കുണ്ടെന്നൊക്കെ ചോദിച്ചെന്ന്. അത് അദ്ദേഹം നിരാകരിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം ലൈവ് പറയുന്നുണ്ട്. കഷ്ടം എന്നല്ലാതെ എന്ത് പറയാൻ, അല്പം ഉളുപ്പ്. എന്തൊരു കഷ്ടമാണ്. കഴിഞ്ഞ 3-3.5 വർഷമായിട്ടും നിരന്തരം കത്തോലിക്ക സഭയ്ക്കെതിരെ അപഖ്യാതികളും അപനിർമ്മിതിയും വിദ്വേഷ പ്രവർത്തനവും അതുപോലെ തന്നെ അപവാദങ്ങളും കെട്ടുകഥകളും ഇല്ലാ കഥകളൊക്കെ പറഞ്ഞ് ലൈവ് ചെയ്യുന്ന ഷിബു പിടിക്കലിൻ്റെ ഒരു അവസ്ഥയെ അപ്പം ഇതൊക്കെ കേട്ടിരുന്ന ഇത്രയും വർഷങ്ങൾ ഇതൊക്കെ കേട്ടിരുന്ന ഞങ്ങളാരും ഒരു യാക്കോബ മെത്രാനെയും വിളിച്ചിട്ട് അയ്യോ നിങ്ങൾക്ക് ഇതിനകത്ത് വല്ല പങ്കുണ്ടോ എന്ന് ഞങ്ങളാരും ചോദിക്കാൻ പോയിട്ടില്ല. ഞങ്ങൾ കഴിവതും ക്ലബ് ഹൗസിലൊക്കെ മറുപടി പറഞ്ഞു. ഇപ്പം യൂട്യൂബിലേക്കും അത് വ്യാപിപ്പിച്ചു എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. അപ്പം കത്തോലിക്ക സഭയ്ക്കെതിരെ നിരന്തരം അപവാദങ്ങളും അപനിർമ്മിതിയും ചരിത്രാബദ്ധങ്ങളും ഇല്ലാത്ത കഥകളും ഒക്കെ പറഞ്ഞ് ലൈവ് ഇടുന്ന, മാത്രമല്ല കുർബാനയെപ്പോലും അതുപോലെ സാനിറ്ററി നാപ്കിനോടൊക്കെ പരിശുദ്ധ കുർബാന, കത്തോലിക്ക സഭയുടെ കുർബാനയൊക്കെ അദ്ദേഹം തുലനം ചെയ്ത് പറഞ്ഞു എന്നുള്ളതാണ്. അത്ര വൃത്തികേടുകളും അശ്ലീലം നിറഞ്ഞ സംഭാഷണങ്ങളൊക്കെ സഭയ്ക്കെതിരെയും സഭാ നേതാക്കന്മാർക്കൊക്കെ എതിരെ നടത്തിയിട്ടുള്ള ഈ വ്യക്തി, അതായത് വിഷം വമിപ്പിക്കുന്ന ദുർപ്രചരണങ്ങൾ മാത്രം നടത്തിയിട്ടുള്ള ഈ വ്യക്തിക്ക് ഈ ഒരു ദുരവസ്ഥ വരിക എന്ന് പറഞ്ഞാൽ എന്തോ ഒരു കഷ്ടമാണ്. അതായത് ഇവരെ സംബന്ധിച്ച് കത്തോലിക്കർ സമ്മതിച്ചാൽ, കത്തോലിക്ക മെത്രാന്മാർ പറയണം അതായത് യാക്കോബ സഭ ലെജിറ്റിമേറ്റ് ആണ്, കയ്യൊപ്പൊന്നും കുഴപ്പമില്ല, എല്ലാം ഓക്കെ ആണെന്ന് പറഞ്ഞാൽ ഇവർ ഓക്കെയാണ്. അല്ലാതെ ഇവർക്ക് ചരിത്രത്തിൽ നിന്നും തെളിയിക്കാൻ കഴിയുന്നില്ല. ചരിത്രത്തിൽ നിന്ന് ഉത്തരം നമ്മൾ കേട്ടല്ലോ, ഇത്രയേ ഉള്ളൂ ഉത്തരം. അപ്പം ഇത് കത്തോലിക്ക സഭയുടെ ലെജിറ്റിമസി പോപ്പ് അങ്ങനെ പറഞ്ഞു, പോപ്പ് പറഞ്ഞു പത്രോസിൻ്റെ മുൻഗാമിയാന്ന് പറഞ്ഞു. അതിലാണ് നിങ്ങളുടെ കൺഫർമേഷൻ എന്നുള്ളത് നിങ്ങൾ തന്നെ മനസ്സിലാക്കുക, കേൾക്കുന്നവരും മനസ്സിലാക്കുക. അത്രയേ ഉള്ളൂ ഇവന്മാർ, അതിനപ്പുറം ഇവരൊന്നും അല്ല. ചരിത്രത്തിൽ ഇവരുടെ ലെജിറ്റിമസി, ഇവരുടെ കൈവപ്പ് അന്ത്യോക്യൻ ബിഷപ്രിക് സക്സഷൻ ഉണ്ടെന്നൊന്നും ഇവർക്ക് തെളിയിക്കാൻ കഴിയുന്നില്ല. ഇവരിപ്പം ഓടിപ്പിടിച്ച് ഇത്രയും നാളും കത്തോലിക്ക സഭയ്ക്ക് ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുക, അത് നിർത്തിയിട്ടൊന്നുമില്ല, തുടർന്നുകൊണ്ട് തന്നെ നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് പറഞ്ഞപ്പോൾ ഇതുവരെ ഇവനൊക്കെ മറുപടി യൂട്യൂബിൽ കിട്ടിയില്ല. ഇപ്പോൾ യൂട്യൂബിൽ മറുപടി പറയാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഇവനൊക്കെ പൊള്ളാൻ തുടങ്ങി. ഇപ്പോൾ ഓടി നടക്കുകയാണ്. ഈ അച്ഛന്മാരെയും മെത്രാന്മാരെയും ഒക്കെ പിടിച്ചിട്ട് അവരെക്കൊണ്ട് ഇത് പറയിക്കരുത് അല്ലെങ്കിൽ നിർത്തിക്കാമോ എന്നുള്ള ഒരു വഴിയുമില്ല. മനസ്സിലായി? അത് പറയാൻ തുടങ്ങിയാണല്ലോ കൃത്യമായിട്ട് പറഞ്ഞിരിക്കും. കത്തോലിക്ക സഭയ്ക്കെതിരെ നേരത്തെ പറഞ്ഞിട്ടുള്ളതും ഇപ്പം പറയുന്നതും പറയാൻ പോകുന്നത് ഇതൊക്കെ എല്ലാം കൃത്യമായിട്ട് മറുപടി തന്നിരിക്കും, യാതൊരു സംശയമില്ല. നിങ്ങളെക്കൊണ്ട് ഇത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് മറുപടി കൃത്യമായിട്ട് തന്നെ തന്നിരിക്കും. അതിന് സഭയ്ക്കെതിരെ പറഞ്ഞാലും തിരുമേനിയുടെ പേരിൽ പറഞ്ഞാലും അല്ലെങ്കിൽ പുരോഹിതൻ്റെ പേരിൽ പറഞ്ഞാലും എങ്ങനെ പറഞ്ഞാലും ഞങ്ങളത് ഏറ്റെടുത്ത് കൃത്യമായിട്ട് അതിന് മറുപടി തന്നിരിക്കും. നിങ്ങളുടെ ചരിത്ര അബദ്ധങ്ങൾ ഞങ്ങൾ തീർക്കാൻ തന്നെയാണ്, ഈ വിവരക്കേടുകൾ തീർക്കാനാണ് ഞങ്ങളുടെ തീരുമാനം. അത് നടത്തിയിരിക്കും, ഒരു സംശയം ആ കാര്യത്തിൽ വേണ്ട. അടുത്ത വീഡിയോയിൽ 1-2 പ്രധാനപ്പെട്ട വിഷയങ്ങളുണ്ട്. ഒന്ന് പേപ്പൽ പ്രൈമസിയാണ്, പ്രൈമസിയും സുപ്രീമസിയുമാണ്. അതുപോലെ തന്നെ എഫെസോസ് കൗൺസിലും നമ്മൾ പറയുന്നുണ്ട്. ഇതിലേതെങ്കിലും ഒരു വീഡിയോ ആയിരിക്കും അടുത്തതായിട്ട് വരാൻ പോകുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ ആൾക്കാരിലേക്ക് വീഡിയോസ് എത്തിക്കുക. ദൈവമായ കർത്താവ് നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.